2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ പാഠത്തിലേക്ക് പോകാം. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. മതി. അടുത്ത സഭ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുയഥൈരയിലെ സഭയാണ്. ഇതുവരെ നമ്മൾ 3 സഭയുടെ കാര്യമേ പരിശോധിച്ചുള്ളൂ. ഒന്ന് എഫെസസ്, രണ്ടാമത്തത് സ്മുർന, മൂന്നാമത്തത് പെർഗമോസ്. അതിനോടുള്ള ദൂതുകൾ നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 4-ാമത്തെ സഭ തുയഥൈര പട്ടണത്തിലുണ്ടായിരുന്ന സഭയാണ്. അവിടുത്തെ സഭയിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന വിധം നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് 1-ാം അധ്യായം പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? എല്ലാറ്റെയും തുളച്ചു ചെല്ലുന്ന കണ്ണ്, എക്സ്റേ ടൈപ്പ്. അങ്ങോട്ട് കയറിയ ഉടനെ സകലത്തെയും കാണുന്ന കണ്ണ്. വെള്ളോട്ടിന് സദൃശ്യമായ കാലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രാകാരത്തിലെ ഉപകരണങ്ങളാണ് പൊതുവെ താമ്രം കൊണ്ട് ഉണ്ടാക്കിയത്, ബ്രാസ്. അത് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടെന്ന് പറയുന്നത് യാഗപീഠത്തിനാണ് ചേരുന്നത്. യാഗപീഠത്തിന്റെ പ്രധാന ദൂത് നമ്മൾ പറഞ്ഞത്, ഒരു കാരണവശാലും പാപം സന്ദർശിക്കപ്പെടാതെ പോവില്ല. പാപത്തെ ദൈവം വെച്ച് പൊറുപ്പിക്കില്ല, ആരുടെ പക്കലാണെങ്കിലും. അപ്പൊ ഈ സഭയിലേക്ക് കയറി വരുമ്പോൾ സകലത്തെയും കാണുന്ന കണ്ണുള്ളവനായി, എല്ലാം തുളച്ചിയിലുന്നവനായി, ഒരൊറ്റ പാപത്തെയും വെച്ച് പൊറുപ്പിക്കാത്ത പിന്നെ ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഭയങ്കര അധികാരത്തോടാണ് അവിടെ കയറി വന്നിരിക്കുന്നത്. ആ വാക്കുകൾ തന്നെ ഭയങ്കര റെബ്യൂക്കിന്റെ വാക്കുകളാണ്. ആ തുടക്കം തന്നെ ഭയങ്കര അധികാരത്തോടെ മുഴുവൻ അധികാരവും ഡിക്ലെയർ ചെയ്തുകൊണ്ട് കയറി വരികയാണ്. അത് ആ സഭയുടെ പ്രത്യേക സ്വഭാവം നിമിത്തമാണ്. ബാക്കി പറഞ്ഞിട്ട് പറയാം. ബാക്കി. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. അറിയുന്നു, അതാണല്ലോ അടുത്ത പ്രസ്താവന. ഞാൻ അറിയുന്നു. എന്താണ് ഇവരെ സംബന്ധിച്ചുള്ള അഭിനന്ദനങ്ങൾ എന്ന് നോക്കൂ. അവരെ കുറിച്ച് പറയുന്ന അഭിനന്ദനം, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. അവര് നല്ല പോലെ പ്രവർത്തിക്കുന്നവരാണ്. പ്ലസ് നിന്റെ സ്നേഹം, അവര് നല്ല സ്നേഹമുള്ളവരാണ്, എടുത്തു പറയത്തക്ക സ്നേഹമുള്ളവരാണ്. വിശ്വാസം, ശുശ്രൂഷ, ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ, ഈവൻ ജനത്തെ ശുശ്രൂഷിക്കുന്നതിൽ ആ സർവീസ് മൈൻഡഡ് ആണ് ഈ ആളുകൾ. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യുന്ന ആളുകൾ. പെർസിവറൻസ് എന്നാണ് പറയുന്നത്. നിർത്തിക്കളയുന്നില്ല. കുറച്ചു നാൾ ചെന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം നിർത്തിയവരല്ല, അതിൽ തുടരുന്നവരാണ് അവർ. നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. അപ്പോ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ജീവിതവും പ്രവൃത്തിയും ഉള്ളവരാണിവർ ഈ സഭ. ഇപ്പൊ നല്ല കുറെ ആളുകൾ അതിനകത്തുണ്ട്, നല്ല കുറെ ഗുണം പറയുകയാണ്. ദെൻ അടുത്തതോ, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ആ സഭക്കാരൊരു സ്ത്രീയെ അനുവദിക്കുന്നു ആണ് അവരെ സംബന്ധിച്ചുള്ള മേജർ പ്രോബ്ലം. ഒരു സ്ത്രീയെ അനുവദിക്കുന്നു. ആ സ്ത്രീ ഒരു പ്രവാചകയാണ്. അപ്പോ പ്രവാചകർക്ക് പൊതുവെ സഭയിൽ വലിയ സ്വാധീനം ഉണ്ടാവും. അതും പ്രത്യേകിച്ച് ഈ സ്ത്രീ ആ സഭയിലെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ പ്രവാചകയായിട്ട് ആ സഭയിൽ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ത്രീയാണ്. തുയഥൈര, ആ പേര് നേരത്തെ കേട്ടിട്ടുണ്ടാവും അല്ലേ? തുയഥൈര ഓർമ്മയുണ്ടോ ഈ പേര്? വേറെ എവിടെയാ കേട്ടിട്ടുള്ളതെന്ന്? തുയഥൈര, ലൂദിയ, ദാറ്റ്സ് റൈറ്റ്. തുയഥൈര പട്ടണക്കാരത്തിയായി രക്താംബരം വിൽക്കുന്നവളായ ലൂദിയ. ആളുകൾ പറയുന്നത് മിക്കവാറും ആ സഹോദരി പോയായിരിക്കും ആ സഭ തുടങ്ങിയതെന്നാണ്. കച്ചവടം ചെയ്ത് പോയ വഴിക്കാണ് ഇവര് വിശ്വാസത്തിൽ വന്നത്, അല്ലാതെ ആ പട്ടണത്തിൽ വെച്ചല്ല. നാട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ്
അവരൊരു സഭ തുടങ്ങിയതാവും. ആളുകളുടെ ഊഹമാണ്, പുസ്തകം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ തുടക്കത്തിൽ തന്നെ സ്ത്രീയുടെ കാര്യമായ ചില സ്വാധീന സഭയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ത്രീക്ക് സഭയിൽ ചില സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടെന്നുള്ളതൊന്നും അല്ല അർത്ഥം. പക്ഷെ ഇവര് പറഞ്ഞില്ലേ, പ്ലസ് അവള് പ്രവാചകി എന്നാ പറയുന്നത്. പ്രവാചകി ആയിരിക്കുന്നതിനും കുഴപ്പമില്ല. സ്ത്രീകൾ ധാരാളം പ്രവാചകിമാരുണ്ട്. സ്ത്രീകൾക്ക് വളരെ കൃപാവരമുള്ള ആളുകളുണ്ട്. സഭയിൽ അവരുടെ കൃപാവരം ഉപയോഗിക്കേണ്ടതാണ്. വലിയ വലിയ ശുശ്രൂഷ ചെയ്തിട്ടുള്ള പ്രവാചകിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും വലിയ പ്രൊഫഷണൽ പ്രവാചകരല്ലെങ്കിൽ പോലും നല്ല ആത്മശക്തിയും കൃപയുമുള്ള സ്ത്രീകളെ ഇപ്പോഴും പരിചയമുണ്ട് സഭയിൽ. അവരുടെ ദൂതുകൾ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ അനേക സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ദൂതുകളുമായി, ഞാൻ പറഞ്ഞില്ല പ്രൊഫഷണൽ പ്രവാചകരൊന്നും അല്ല, അല്ലാതെ ആത്മശക്തിയുള്ള സ്ത്രീകൾ എൻ്റെ ഭാര്യയോടുകൂടെ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. പക്ഷെ ഈ സഭയിൽ ഈ ഒരു സ്ത്രീ അല്പം മോശമായിട്ടാണ് പെരുമാറ്റം. അല്പം അല്ല, നല്ല പോലെ മോശമായിട്ടാണ് പെരുമാറ്റം. എന്താണ് അവളുടെ രീതി, ജീവിത രീതി? താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഒരു സ്ത്രീ. കണ്ടില്ലേ, പെർഗമോ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. പെർഗമോ സഭയിൽ ബിലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ. എന്തായിരുന്നു ബിലയാമിന്റെ ഉപദേശം? അല്ലേ, ദുർനടപ്പാചരിക്കണം, വിഗ്രഹാർപ്പിതം തിന്നണം. ഇത് ദൂരെ വന്ന് ഉപദേശിച്ച് പണി ഒപ്പിച്ചു കൊടുത്തു വെച്ച് പോയ പുള്ളിയാണ് ബിലയാം. അയാൾ കാര്യം പറഞ്ഞു പറ്റിയപ്പോൾ പോയി. ഇവരോ ഇതിനകത്ത് താമസമാണ്. അപ്പൊ ഇവിടെ ജോലി എന്ന് പറയുന്നത് സഭ വിശുദ്ധിക്ക് പോകാൻ സമ്മതിക്കാതെ അതിനകത്ത് താമസിച്ചുകൊണ്ട് അവളിൽ തന്നെ ജീവിത വൈകല്യം ഉപയോഗിച്ചിരിക്കുന്ന പേര് കണ്ടില്ലേ? ഇസബേൽ എന്ന സ്ത്രീ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇസബേൽ എന്ന പേര് പരിചയമുണ്ടല്ലേ? ഇസബേൽ ആരാണ്? ഇസബേൽ ആഹാബിന്റെ ഭാര്യ. ആഹാബ് ഇസ്രയേലിലെ രാജാവായിരുന്നു. ദൈവജനത്തെ നേരെ ചൊവ്വേ നടത്തേണ്ട രാജാവായിരുന്നു. പക്ഷെ അയാളെ പിഴപ്പിച്ചത് മുഴുവൻ അയാളുടെ ഭാര്യയാണ്. കാരണം തിന്മയുടെ ഒരു പര്യായമായിരുന്നു ഈ സ്ത്രീ, മഹാ ദുർനടപ്പുകാരി. നിങ്ങൾക്ക് തിന്മയ്ക്കൊരു പര്യായം പറയാൻ പറഞ്ഞാൽ വേദപുസ്തകത്തിൽ നമ്പർ 1 ആയിട്ട് വരുന്നത് ഇസബേലാണ്. ഇന്നും അങ്ങനെ മോശം ആളുകളെ, സ്ത്രീകളെ സംബന്ധിച്ച് പറയാൻ പെട്ടെന്ന് ആളുകൾ പറയുന്ന വാക്കാണ് ഇസബേൽ. അപ്പൊ ഇവക്ക് ആ ഇസബേലിന്റെ തനി സ്വഭാവമാണ് ഇവക്കുണ്ടായിരുന്നത്. അപ്പൊ അവൾ ആളുകളെ ദുർനടപ്പിലേക്ക് വഴി നടത്തും. വിഗ്രഹാർപ്പിതം തിന്നാൻ ആളുകളെ സ്വാധീനിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ സഭയ്ക്കകത്ത് താമസിച്ച് വേർപാടിന് വിപരീതമായ ഉപദേശം പറഞ്ഞ് ആളുകളെ മലിനതയിലേക്ക് നടത്തുന്ന ഒരുത്തി അതിനകത്തുണ്ടായിരുന്നു. ഒരുത്തി എന്ന് പറഞ്ഞാൽ വ്യക്തിപരം, ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അങ്ങനെ കുറെ ആളുകൾ ഇതിനകത്തുണ്ട്. ഓഫ്കോഴ്സ് അതിന്റെ സ്വാധീനം മെയിൻ ഒരാളായിരിക്കും. അപ്പൊ ആ സഭയിൽ അങ്ങനെ ദുർനടപ്പിന്റെയും ദുരുപദേശത്തിന്റെയും ഭയങ്കര സ്വാധീനത്തിൽപ്പെട്ട ഒരു സഭ, അതിനകത്ത് മുങ്ങിപ്പോയ ഒരു സഭ. അവിടെയാണ് യേശു കയറി വരുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ളിടത്ത്. സഭ പാപം ചെയ്യാനുള്ളതല്ല, സഭ വിശുദ്ധി പാലിക്കാനുള്ളതാണ്. സ്വർഗത്തിൽ ആളെ കൊണ്ടുപോകേണ്ട കേന്ദ്രമാണ് ദൈവത്തിന്റെ സഭ. ഇവിടെയുള്ളൊരു സംഘടനയല്ലത്, ഒരു സോഷ്യൽ ഗാദറിംഗ് അല്ലത്. ആളുകൾ സന്തോഷത്തിനും പെണ്ണിനെ കെട്ടിക്കാനും ആളെ കുഴിച്ചിടാനും ഒന്നും വരണ്ട ഒരു സോഷ്യൽ സമൂഹമല്ലത്. പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് ദേശത്തെ ആളുകളെ വിടുവിച്ചെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കേണ്ട ജോലിയാണ് ഭൂമിയിലെ ദൈവസഭയ്ക്കുള്ളത്. വളരെ ഗൗരവമായ വേലയാണ് ദൈവസഭയ്ക്കുള്ളത്. അത് യേശുക്രിസ്തുവിന്റെ ശുദ്ധകാന്തയായിരിക്കണം. ഒരു കാരണവശാലും മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പതറാതെ, ഒരൊറ്റ അശുദ്ധിക്ക് വിധേയപ്പെടാതെ പൂർണ്ണ വിശുദ്ധിയോടെ മണവാളനെ കാത്തിരിക്കേണ്ട ഈ സഭയിൽ ഇത് വെച്ച് പൊറുപ്പിക്കാൻ ദൈവം തയ്യാറല്ല. ഞാൻ എടുത്തു പറയുന്നു, ഒരു പാപവും ദൈവത്തിന്റെ സഭയിൽ പാടില്ല, ഒരശുദ്ധിയും ദൈവത്തിന്റെ സഭയിൽ പാടില്ല. ദൃശ്യ സഭയും പാപത്തിനുള്ളതല്ല. അവിടെ കയറി വന്നിട്ട് എന്താണ് അടുത്തോ പറയുന്നത്? ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. സാഹചര്യങ്ങൾ ഉണ്ടായി. ഓരോരോ കാര്യം കണ്ടാൽ
ആളുകൾ രക്ഷിക്കപ്പെടാം. ഇവൻ ദൈവത്തിന്റെ വെളിപ്പാട് ചരിത്രത്തിലുണ്ട് എന്നാണ് വേദശാസ്ത്രം പറയുന്നത്. ഒരാൾക്കിനും വേദപുസ്തകം ഇല്ലാന്നിരിക്കട്ടെ, വേദപുസ്തകം ഇല്ലെങ്കിൽ പോലും ദൈവത്തെ അറിയാനുള്ള വഴി ഇവൻ ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാലുണ്ട്. ദൈവത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ, നന്മയ്ക്കെതിരെ നിന്ന് ജനത്തിന്റെ മേൽ വന്ന ഓരോരോ പ്രവൃത്തികൾ കണ്ടാൽ അവർക്ക് ദൈവത്തെ ബോധ്യപ്പെടാമായിരുന്നു. അല്ല, നമ്മുടെ കാര്യം പറയാം. നിങ്ങൾ പലരും ഭയങ്കര പാപത്തിൽ നിന്ന് ദൈവം ഉദ്ധരിച്ചവരല്ലേ? കുടുംബത്തിൽ പല തകർച്ചകൾ ഉണ്ടായിരുന്നവരല്ലേ നിങ്ങൾ? മദ്യപാനം കൊണ്ടും ജീവിതത്തിന്റെ പല രീതികൾ കൊണ്ടും തകർന്നവരായിരുന്ന നിങ്ങൾക്ക് പലർക്കും ഉദ്ധരിക്കപ്പെട്ട് ജീവിതം ശരിയായി കുടുംബം സ്വസ്ഥമായി ഈ അഭിവൃദ്ധി കണ്ടപ്പോ കാണുന്ന നാട്ടുകാരൻ ആലോചിക്കണ്ടായിരുന്നോ ഇവരെ രൂപാന്തരപ്പെടുത്തിയ ശക്തി എന്താണെന്ന്? ഈ കൂട്ടരെ മുഴുവൻ പൊതുവെ ആക്ഷേപിച്ച് അടച്ച് പരിഹസിച്ച് നിന്ദിച്ചു പോകുന്ന ഇവർ കണ്ണു തുറന്നു നോക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം കൊണ്ട് തന്നെ പറയാമായിരുന്നു, ഇതൊരു ദൈവപ്രവൃത്തി അല്ലാതെ മറ്റൊന്നല്ല. സമൂഹത്തെ മാറ്റാൻ ഇവർക്ക് കഴിയുമെങ്കിൽ, ഇവരുടെ ഉപദേശത്തിന് കഴിയുമെങ്കിൽ എന്റെ കുടുംബവും ഗുണം പിടിക്കണം എന്ന ആഗ്രഹമുള്ളവൻ നിങ്ങളെ കണ്ട് പഠിക്കേണ്ടതായിരുന്നു. അതിന് വേറെ വെളിപ്പാടില്ലാതെ ഞാൻ പറയുന്നു, വേറെ പ്രസംഗം കേൾക്കാതെ ജീവിതത്തിൽ രൂപാന്തരം വരെ കണ്ട് തന്നെ മാനസാന്തരത്തിലേക്ക് വരേണ്ടതായിരുന്നു. അത് ദൈവം കൊടുത്തൊരു അവസരമാണ്. അയൽപക്കത്ത് ദൈവഭക്തിയുള്ള ഒരുത്തൻ താമസിക്കുന്നത് അവരുടെ ജീവിതം അയൽപക്കക്കാർക്ക് ദൈവ വെളിപ്പാടിന്റെ വഴിയാണ്. ദൈവം നേരിട്ട് വന്ന് കാണണ്ട. ഞാൻ പറഞ്ഞില്ലേ, രൂപാന്തരം കണ്ടാൽ ഇത് സാധാരണയല്ലല്ലോ, സമൂഹത്തിൽ ഇതില്ലല്ലോ, മതത്തിൽ ഇതില്ലല്ലോ. അപ്പൊ ഇത് പ്രകൃത്യാതീതമാണെന്നും ദൈവികമാണെന്നും അറിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ അവസരം ഉപയോഗിക്കണമായിരുന്നു. അപ്പൊ ഈ പുസ്തകത്തിൽ കാണുന്ന ചരിത്രം മൊത്തം നോക്കിയാൽ പോലും, അന്യജാതിക്കാരുടെ സംഭവിച്ചു നോക്കിയാൽ പോലും ദൈവത്തെ ബഹുമാനിക്കണമായിരുന്നു. ഇവർക്ക് അവസരം കൊടുത്തിട്ടും തന്റെ ദുർനടപ്പ് മാനസാന്തരപ്പെടുവാൻ അവർക്ക് മനസ്സില്ല. അത് ഗൗരവമായ ഒരു കാര്യമാണ്. അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കണം. ഇവക്കതിന് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കി കളയും. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നോക്കൂ. ദൈവം പറയാണ്, ഞാൻ അവളെ കിടപ്പിലാക്കി കളയും. മേലെ അവൾ എഴുന്നേറ്റ് നടന്ന് പാപം ചെയ്ത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ രോഗിയാക്കി കട്ടില കിടത്തും. അവൾ മേലെ എഴുന്നേക്കത്തില്ല, അവളെ തളർന്ന് അവിടെ കിടക്കും. പാപത്തിന്റെ നേരെ ദൈവത്തിന്റെ പ്രഖ്യാപനം ശക്തമാണ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ട ജനം പാപത്തോട് കളിച്ചാൽ അതിന്റെ പരിണിത ഫലം കട്ടിയുള്ളതാണ് എന്ന് ദൈവജനം അറിയണം. ചില സമയത്തിൽ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരു രക്ഷയായി കരുതരുത്. ഭയത്തോടുകൂടെ ദൈവത്തെ സേവിക്കേണ്ടതാണ്. ഞാൻ അവളെ കിടപ്പിലാക്കി കളയും. മാത്രമല്ല, അവളുടെ കൂടെ ഈ പാപത്തിന് കൂട്ടുകൂടുന്നവരെ ഞാൻ ഭയങ്കര കഷ്ടതയിലാക്കി കളയും. ബാക്കി അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ദൈവം പാപത്തോടെടുക്കുന്ന സമീപനം എത്ര കട്ടിയുള്ളതാണെന്ന് ആലോചിക്കൂ. ഇന്ന് അനേകരും ലാഘവ ബുദ്ധിയോട് പാപത്തെ കാണാറുണ്ട്. അനേക കൂട്ടങ്ങളിലെ തിന്മ നടക്കാറുണ്ട്. പാപത്തെ കണ്ടാൽ കണ്ണടച്ചു കളയുന്ന ധാരാളം ആളുകളുണ്ട്. ജനമുണ്ട്, പാസ്റ്റർമാരുണ്ട്, നേതാക്കന്മാരുണ്ട്. പക്ഷേ സഭയുടെ അസൽ നായകൻ ആര് കണ്ണടച്ചാലും അവൻ ഇതിന്റെ നേരെ കണ്ണടയ്ക്കുകയില്ല. ഒറ്റ ഒരുത്തരുടെയും റെക്കമെൻഡേഷനിൽ ഒരാളെ അവിടെ കൊണ്ടുപോവുകയുമില്ല. നേരിട്ട് ഇടപെട്ട് വിളിച്ചു പറയാണ്, അവിടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ആത്മീക ജീവിതത്തിൽ അലസത കാണിച്ച് ആത്മീകരെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിട്ട് തലമുറകൾ തന്നെ ശാപത്തിന് കീഴിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പന്റെയും അമ്മയുടെയും ദൈവത്തോടുള്ള മനഃപൂർവമായ അവഗണന, പാപം കുടുംബങ്ങളുടെ മേൽ, മക്കളുടെ മേൽ കഠിനമായ ശാപം വരുത്തി വെച്ചിട്ടുണ്ട്. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും.
ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന സകല സഭകളും അറിയും. ദൈവത്തിന്റെ സഭ സകലരും അറിയും. ഞാൻ അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്നതാണ്. എബ്രായർ 4:12 ഓർമ്മയില്ലേ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചിയെല്ലുന്നു. ഈ സിസ്റ്റം മുഴുവൻ ഇറങ്ങിച്ചെല്ലുന്നതാണ്. പിന്നെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവം കാണുന്നില്ല എന്ന് കരുതി അപ്പോഴപ്പോ തലമണ്ടയ്ക്ക് അടി കിട്ടാഞ്ഞിട്ട് ദൈവം കാണുന്നില്ല എന്ന് കരുതി ആരും ജീവിക്കരുത്. ഇത് കാണുന്ന ഒരുത്തനുണ്ട്, സകല സഭകളും അറിയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ. പരസ്യമായി പാപം ചെയ്താലും രഹസ്യമായി പാപം ചെയ്താലും ദൈവത്തിന്റെ കൈ കഠിനമായി അങ്ങനെയുള്ള ജനത്തിന്റെ മേൽ, സഭയുടെ മേൽ വരും എന്ന കർശന ദൂതാണ് ഈ സഭയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. കണ്ടില്ലേ, ആദ്യം തന്നെയുള്ള വാക്കാണല്ലത്. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. പാപം ചെയ്താൽ അതിന് തക്കവണ്ണം ദൈവം കൊടുക്കുന്നു. ഒരൊറ്റ സകലം പോലും കുറയ്ക്കില്ല, ശരി ഡോസിൽ തന്നെ കൊടുക്കുമെന്ന്. ബാക്കി എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും, എന്നാൽ അവിടെ വേറെ കുറച്ചു പേരുണ്ട് ഈ ഉപദേശം കൈക്കൊള്ളാതെ, അതായത് ഇസബേലിന്റെ കൂടെ കൂട്ടുകൂടാത്ത കുറെ ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയധൈര്യയിലെ ശേഷം പേരോട്, കണ്ടില്ലേ, അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ശേഷം പേര്. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം? സാത്താന്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ സാത്താൻ ആഴമുണ്ടെന്ന്. ഇതൊരു വലിയ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. വരാനുള്ളൊരു ദൈവരാജ്യമുണ്ട്, ഇന്നൊരു ദൈവരാജ്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്നത്തെ ദൈവരാജ്യം എന്താണെന്നറിയോ? ഇന്നത്തെ ദൈവരാജ്യം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിച്ചല്ലോ. ഇന്നത്തെ ദൈവരാജ്യം എന്താണെന്ന്? നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവനും. ദൈവം വാഴുന്ന സ്ഥലമാണ് ദൈവരാജ്യം. ദൈവം ഇന്ന് വാഴുന്നത് എവിടെയാണ്? നിങ്ങളൊരു ദിവസം പറഞ്ഞില്ലേ എന്നെ വാഴണേന്ന്? ഞാൻ പറഞ്ഞു എന്നെ വാഴണേന്ന് പറഞ്ഞു. സ്തോത്രം. കാലം കഴിഞ്ഞപ്പോൾ കൂട്ടി പറഞ്ഞു, ദൈവമേ മൊത്തം അങ്ങ് വാഴണേ, മൊത്തം. അപ്പോ അങ്ങനെ ഇന്ന് ദൈവത്തിന്റെ ജനം ദൈവരാജ്യമാണ്. അതൊരു ശക്തിയുള്ള രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യത്തിൽ ഭയങ്കര ശക്തിയുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഇറക്കി കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. അത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അങ്ങനെ ഭയങ്കര ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം എന്നത് റിയലാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഇവൻ ദൃശ്യമാണ്. കണ്ടില്ലേ, ആ മനുഷ്യർ തങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാതെ, ലോകത്തിന്റെ മോഹത്തിന് ജീവിക്കാതെ, ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി വേറെ ഏതോ ലോകത്തിൽ പോകാനുള്ളവരെ പോലെ വാക്കുകാത്ത്, ജീവിതം കാത്ത്, നോട്ടം കാത്ത്, എൻറ്റയർലി മൊത്തം വേറെ മാറി നിൽക്കുന്ന ഒരു കൂട്ടരെ കണ്ടിട്ടില്ലേ? അവരുടെ പേര് ദൈവരാജ്യം. അതിന്റെ പിന്നിൽ ശക്തിയുള്ള ഒരു രാജാവ് നിൽപ്പുണ്ട്. ആ രാജാവിനെ പിൻപറ്റുന്നവരാണ് ഇവർ. അതുപോലെ ഒരു രാജ്യമാണ്, അതുപോലെ അത്രയും വലിപ്പമില്ല ഒരു രാജ്യമാണ് പിശാചിന്റെ രാജ്യം. വിപുലമായ രാജ്യമാണത്. ഭൂമിയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിനകത്താണ്. മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവന്റെ കയ്യിൽ വാഴ്ചകളുണ്ട്, അവന്റെ കയ്യിൽ അധികാരങ്ങളുണ്ട്, അവന്റെ കയ്യിൽ വിവിധ മണ്ഡലങ്ങളുണ്ട്. മുഴുവൻ ലോകവും അവന്റെ കയ്യിലാണ്. അപ്പൊ അവന്റെ സ്വാധീനത്തിൽ എല്ലാവരെയും അവന്റെ രാജ്യത്തിൽ കൊണ്ടുപോകണമെന്നാണ് പിശാചിന്റെ നിർബന്ധം. എന്താണ് പിശാചിന്റെ ആഗ്രഹം? താൻ പോകുന്നിടത്ത് മറ്റുള്ളവരെയും കൂടെ കൊണ്ടുപോകണം. പിശാചിന്റെ അന്തം എവിടെ? പാതാളത്തിൽ. അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തീപ്പൊയ്ക. അതാണ് അവന്റെ അന്തമെന്ന് അവനും അറിയാം. അപ്പോ അവന്റെ ആഗ്രഹം മനുഷ്യരെ മുഴുവൻ
തൻ്റെ കൂടെ അവിടെ കൊണ്ടെത്തിക്കണം. അതിനുവേണ്ടി സകല പരിശ്രമവും ചെയ്യുകയാണ്. ഇത് കേവലം ഉപരിതലത്തിലുള്ളൊരു കാര്യം മാത്രമല്ല. ഇങ്ങനെ പിശാചിനെ ബഹുഭൂരിപക്ഷം മനുഷ്യരും കാണുന്നില്ല. മിക്കപ്പോഴും അങ്ങനെ ആളെക്കുറിച്ചുള്ള ബോധം പോലുമില്ല. അയാളെങ്ങോ ഉണ്ട് എന്നാണ് ചിന്ത. പക്ഷേ അയാൾ എങ്ങോ ഉണ്ടെന്നല്ല. അറിയാമോ വചനം പറയുന്നത്? നിർമ്മതരായിരിക്കും. 1 പത്രോസ് 5:8-9 വാക്യം അറിയാമോ? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, ഭയങ്കര സ്ട്രാറ്റജിയാണ് അയക്ക്. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് പേർപ്പസ്ഫുൾ, ഭയങ്കര പേർപ്പസ് ആണ് അയക്ക്. ആരെ വിഴുങ്ങണം? എന്റെ ഭാഷയെ പറഞ്ഞാൽ മുട്ടം വായാണ്. അങ്ങോട്ട് പൊളിക്കണം, പൊളിച്ചാൽ ഉടനെ അകത്തക്കണം, പിന്നെ ആളെ കണ്ടുകൂടാ, ലോകം പിന്നെ അയാളെ കാണരുത്. അങ്ങനെ ഭയങ്കര വായും തുറന്നു പിടിച്ച് ലോകത്തിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഭൂമി മുഴുവൻ ചുറ്റി നടക്കുകയാണ്. ആരെ എപ്പ കിട്ടും, അതാണ് അവന്റെ നോട്ടം. അപ്പൊ അങ്ങനെ ലോകത്തിൽ സകല ആളുകളെയും വിഴുങ്ങാൻ വേണ്ടി ചുറ്റി തിരിഞ്ഞു നടക്കുന്ന ഒരു ഭയങ്കര വ്യാപാരം ഭൂമിയിലുണ്ട്. ഒരു ഭയങ്കര രാജ്യമാണ്, ഭയങ്കര രാജ്യം. വേദപുസ്തകത്തിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കഴിയുമെങ്കിൽ വൃതന്മാരെ വരെ തെറ്റിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ എനിക്ക് ഹല്ലേലൂയ, എനിക്ക് ദൈവത്തിലൂടെ പോകണം, ഒരു കാരണവശാലും ഇവിടെ പാതാളം വേണ്ട, പിശാചിന്റെ ഒരു പ്രവൃത്തിയും വേണ്ട, ലോകം വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവരെ പോലും തെറ്റിച്ചു കളയാം. സ്വല്പം ശ്രദ്ധയില്ലാതെ ഇയാൾ ഒരു നിമിഷം ഇരിക്കുന്നെങ്കിൽ, ചിലക്കൊണ്ടല്ലോ ഇടയ്ക്ക് ഒരു ദിവസം ഒരു വെക്കേഷൻ എടുത്തിരുന്നാൽ കൊള്ളാമെന്ന് ചിന്തയുള്ളവരുണ്ടല്ലോ. അത്ര എപ്പോഴും ഇങ്ങനെ അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നീ അരിച്ച് ഒന്ന് റിലാക്സ്ഡ് ആകുന്ന ഒരു മോമെന്റ് ഉണ്ടോ എന്ന് വിചാരിച്ച് അയാളിങ്ങനെ ചുറ്റി തിരിഞ്ഞു നടക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിൽ ബാക്കി നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന്, കേട്ടില്ലേ നിങ്ങളുടെ പുസ്തകത്തിലില്ലേ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് ആളുകൾ അറിയേണ്ട ഒരു ലോകമാണ് ഈ പിശാചിന്റെ ലോകം. എന്തിനാ അറിയുന്നറിയാമോ? അയാൾ നമ്മളെ തൊടാതിരിക്കാൻ, നമ്മളെ കളിപ്പിക്കാതിരിക്കാൻ, നമ്മളെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കാൻ അയാളെ അറിയണം. പക്ഷെ ഇയാൾ സാധാരണ ആരും കാണാതെ വരുള്ളൂ. അയാളുടെ തനി രൂപത്തിൽ വന്നാൽ നമ്മൾ ഒരു മനുഷ്യൻ കേട്ടില്ല. കേട്ടിട്ടില്ലേ കാലം വരുന്നു എന്നൊക്കെ അല്ലേ? ഭയങ്കര കറുത്ത രൂപം ചുമലയും പിടിച്ചോണ്ടെല്ലാം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ? നിങ്ങൾ ആട്ടിപ്പായിക്കില്ലേ? അല്ലെ? നമ്മുടെ ഭാഷയിൽ പറയണോ? യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഭൂതം നിളകട്ടെ, അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഹല്ലേലൂയ, ഒട്ടനെ എല്ലാവരും ആത്മാവിലാവില്ലേ? അത്ര നേരം കൂളായിട്ടിരിക്കുന്ന പുള്ളികൾ, അനങ്ങാതിരിക്കുന്ന പുള്ളികളും ഭൂതം അളയപ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ ആത്മാവിലാവും. കണ്ടില്ലേ? അപ്പൊ അയാളെ തനി സ്വഭാവത്തിൽ വന്നാൽ നമ്മൾ കയറ്റുമോ? നമ്മൾ അടിച്ച് പുറത്താക്കാൻ നമ്മളെന്ന് മാത്രമല്ല ഒരു മനുഷ്യനും കേട്ടില്ല. അതുകൊണ്ട് അയാളുടെ പണി, അയാളുടെ തനി സ്വഭാവത്തിൽ അയാൾ അയാൾ വരുന്നത് അങ്ങനെ ചില ഘട്ടങ്ങളിലേക്ക് കയറുള്ളൂ. നേരിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വരും. അത് സീരിയസ് വാറാണ്. അതെല്ലാവർക്കും വരില്ല, അത് ചില ഘട്ടങ്ങളിലാണ് വരുന്നത്. അല്ലാത്തപ്പോഴെല്ലാം ഇയാൾ വേഷപ്രച്ഛന്നായിട്ട് കയറി വരുള്ളൂ. എന്നിട്ട് ഇയാൾ വന്നാൽ ഇയാളെ ഭയങ്കര പണികളുണ്ട്, ആളുകൾ അറിയാൻ മേലാത്ത പണികളുണ്ട്. വളരെ വിപുലമായ രാജ്യമാണത്. ദൈവത്തിന് ആഴങ്ങളുണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ദൈവത്തിന്റെ പ്രവൃത്തിയുടെയും നീളം, ആഴം, ഉയരം, വീതി എന്ന് പറയുന്നത് മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റില്ല. ദൈവം അപരിമിതനാണ്, പിശാച് അപരിമിതനല്ല. എന്നാലും അയാളുടെ വലിയ വലിയ പണികളുണ്ട്. ഒന്നിന് സമ്മതിച്ചു കൊടുത്താൽ അടുത്തതിന് കൊണ്ടുപോകും, അതിന് സമ്മതിച്ചു കൊടുത്താൽ അടുത്തതിന് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ട് എന്നാൽ നിങ്ങളെ ഭയങ്കര പാതാളത്തിൽ കൊണ്ടിറക്കിക്കളയും. പിന്നെ അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അതാണ് ഈയുടെ പണി. അതിന്റെ പല ഗ്രേഡ്സ് ഉണ്ട്, പല മണ്ഡലങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് അങ്ങനെ ഈ കൂട്ടർ, ഈ പാപം ചെയ്യുന്ന ഈ കൂട്ടർ ഒന്നിന് പിന്നാലെ ഒന്നായി ഇതിനെ ആഴത്തിപ്പോയി. അതിനെ ആഴത്തിലേക്ക് കൊണ്ടെത്തിക്കാനും മനുഷ്യൻ പിന്നെ കരകയറാതിരിക്കാനും പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്താലും മനക്കുത്തില്ലാതെ അതങ്ങ് ചെയ്തുകൊണ്ടിരിക്കാൻ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി മനവിഷമം, അതങ്ങ് തുടർന്ന് ചെയ്താലോ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വന്ന് ഏത് തിന്മയും ചെയ്യാൻ തന്നെ ഈ
കൊണ്ടെത്തിയ ഈ മണ്ഡലത്തിൽ, അതാണ് സഭയുടെ മണ്ഡലം. എന്നാൽ അത് അറിയാതെ അവിടെ വേറെ കുറെ പേരുണ്ട്. അതിനൊന്നും പോവാതെ അറിയാതെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. അവർക്ക് പുതിയ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കുന്നില്ല. വേറെ ഒന്നുമില്ല. വേറെ ഒരു ഭാരം നിന്റെ മേൽ ചുമത്തുന്നില്ല. കാരണം നിങ്ങളുടെ പശ്ചാത്തലം മോശം, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം മോശം, ഈവന സഭയുടെ മണ്ഡലം മോശം. ആ സഭയിൽ ആത്മീയരായിരിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസം. കാരണം പാപത്തിന്റെ ഭയങ്കര സ്വാധീനം അവിടെ കിടക്കുന്നു. സ്വാധീനം മാത്രമല്ല, തരം കിട്ടിയാൽ ആരെ കൊണ്ടും പാപത്തിൽ മുക്കിക്കളയാൻ ആളവിടെ നിൽക്കുമ്പോ അതിനകത്ത് കൃപയിൽ നിൽക്കുന്നത് തന്നെ പ്രയാസം. അതുകൊണ്ട് പറയാണ്, വേറെ ഒരു ഭാരം ഞാൻ നിന്റെ മേൽ ചുമത്തുന്നില്ല. പക്ഷെ എന്ത് വേണം? എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. ഹോൾഡ് ഓൺ. ഉള്ളത് പിടിച്ചോണം, അത് കൈവിട്ട് പോകരുത്. ഒത്തിരി ഇല്ലെങ്കിലും ഉള്ളത് പിടിച്ച് വിശ്വസ്തരായി നിന്നുകൊള്ളണം. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഇസബേലിന്റെ പാപത്തിന് കൂട്ടുകൂടരുത്, പ്രവാചിയുടെ പാപത്തിന് കൂട്ടുകൂടരുത്. സഭയിൽ ഒരു തിന്മ കണ്ടാൽ ഏത് സ്വാധീനമുള്ളവനാണ് തിന്മ ചെയ്യുന്നതെങ്കിലും, സഭ തുടങ്ങിയ ആളാണ് ആ പാപം ചെയ്യുന്നതെങ്കിലും, സഭയിൽ ഏറ്റവും മുഖ്യനെന്ന ആളാണ് ആ പാപം ചെയ്യുന്നതെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അതിന് കൂട്ടുകൂടരുത്. ഏത് വലിയവൻ പാപം ചെയ്താലും പാപത്തിന്റെ ശിക്ഷ ദൈവത്തിന്റെ ക്രോധമാണ്. ഞാൻ എടുത്തു പറയുന്നു, അത് പ്രവാചിയുടെ മേലാണെങ്കിലും, സഭ തുടങ്ങിയവരുടെ മേലായാലും, നടത്തിപ്പുകാരുടെ മേലായാലും, ആരുടെ മേലായാലും ദൈവപുത്രനായവൻ അവന്റെ ന്യായവിധി നടത്തും. അതുകൊണ്ട് സഭയോട് പറയുകയാണ്, സെക്കൻഡ് നേരത്തേക്ക് പോലും അവരുടെ പാപത്തിന് കൂട്ടുകൂടരുത്. നിനക്കുള്ള കൃപ പിടിച്ച് റെഡിയായി നിൽക്കൂ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്. എന്ത് ജയിക്കുന്നതിന്? ഈ സാഹചര്യത്തെ ജയിക്കുന്നതിന്, അവരുടെ ഈ എൻവയറമെന്റിനെ ജയിക്കുന്നതിന്, ഈ പശ്ചാത്തലത്തെ നിങ്ങൾ ജയിക്കണം. ഏത് സാഹചര്യം വന്നാലും അതിനെ ജയിച്ചാൽ ജയിക്കുന്നവനെ എന്ത് കൊടുക്കും? വാഗ്ദത്തം, എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭയങ്കര വാഗ്ദത്തമാണ് അവിടെ. ജാതികളുടെ മേൽ അധികാരം കൊടുക്കുമെന്ന്. വിശ്വസ്തരായി നിന്നാൽ ജാതികളുടെ മേൽ അധികാരം. നമ്മൾ നേരത്തെ പറഞ്ഞ ചില വാക്യങ്ങളുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 4 വാക്യം, 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. 2 ഭാഗം. ആദ്യം പറഞ്ഞു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. കണ്ടില്ലേ? ന്യായം വിധിക്കാനുള്ള അധികാരം വരെ ദൈവത്തിന്റെ ജനത്തിന് ജഡ്ജസ് ആയിട്ട് വെക്കുന്നു ദൈവത്തിന്റെ ആളുകള്. ജഡ്ജസ്. ഒടുവിലത്തിൽ പറയുന്നത് അവർ ദൈവത്തിനും അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാഴും. ഇവിടെ പറഞ്ഞ, ഞാൻ അവർക്ക് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 2-3 വാക്യം വായിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ല. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നറിയാമോ? ലോകത്തിന് ന്യായവിധി നടത്താൻ നിങ്ങൾ ഇരിക്കുമെന്ന്, ന്യായം വിധിക്കാൻ നിങ്ങൾ ഇരിക്കുമെന്ന്. അടുത്ത വാക്യം, ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ. അടുത്ത വാക്യം, ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും. നാം ദൂതന്മാരെ വിധിക്കുമെന്നറിയാമോ? ദൂതന്മാരെ വിധിക്കും എന്ന് പറഞ്ഞാൽ, നമ്മളിന്ന് പകൽ പറഞ്ഞില്ലേ, പാതാളത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സംഘമുണ്ടെന്ന്. പാപം ചെയ്ത ദൂതന്മാർ അവർ വലിയ പുള്ളികളായിരുന്നു, സ്വർഗസന്നിധിയിൽ നിന്നവരായിരുന്നു, സ്വർഗജീവികളായിരുന്നു. ഇപ്പൊ അവര് ടെമ്പററി ജയിലിൽ കിടക്കുകയാണ്. അവിടുന്ന് അവരെ കൊണ്ടുവന്ന് അവരെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ വചനം പറയുന്നു, വിശുദ്ധന്മാർ ദൂതന്മാരെയും വിധിക്കും. അപ്പൊ ഇത് സംഭവിക്കണമെങ്കിൽ ഈ വിധ പാപങ്ങളുടെ മേൽ, പരിശോധനകളുടെ മേൽ ജയമെടുക്കുന്നവർക്കാണ് അത് കൊടുക്കുന്നത്. ജയിക്കുന്നവൻ, ഞാൻ അവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. Then
അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. കട്ടിയുള്ള ഭരണം, ശക്തമായ ഭരണം അവർക്ക് കൊടുക്കും. അവർ ഭരിക്കും. 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാഴും. വലിയ ഭരണം ഉണ്ടാവും. അത് നമുക്ക് ഇനി പറയാം. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ജാതികൾ ഒറ്റ അടി അടിക്കും. കുശവൻ മൺപാത്രം ഉണ്ടാക്കി ഒരു അടി അടിച്ച് പൊട്ടിക്കുന്ന പോലെ അങ്ങനെ തകർത്ത് കളയും. അത്ര ശക്തിയുള്ള ഭരണം ഉണ്ടാവും അവർക്ക്. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ഒരു വലിയ വാക്തത്വമാണ്. ഞാൻ അവന് ഉദയ നക്ഷത്രവും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യം. എന്താണ് അതിന്റെ അർത്ഥം? യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. കണ്ടില്ലേ? ശുഭ്രമായ ഉദയ നക്ഷത്രവും വാസ്തവത്തിൽ അത് യേശു തന്നെയാണ്. അതിന്റെ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ മലാഖി പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. മലാഖി പ്രവചനം പറയുന്നത് 4-ാം അധ്യായം എവിടെയാണ് ആ വാക്യം? നീതി സൂര്യൻ 2:4. റൈറ്റ്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യനായിട്ട് അവൻ വരും. അത് ഭയങ്കര ശക്തിയോടെ എഴുന്നേറ്റ് വരും. സൂര്യൻ ശക്തിയോട് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ഭയങ്കര ശോഭയോടെ. അതുപോലെ ഇത് അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. നോക്കാൻ വയ്യാത്ത പ്രഭയിൽ അവൻ ഇറങ്ങി വരും. ആളുകൾ പേടിപ്പിക്കുന്ന രൂപത്തിൽ. അത് നീതി സൂര്യനായി വരികയാണ്. എന്നാൽ നേരം പുലരുന്നതിന് മുമ്പ് ഉദയനക്ഷത്രം എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. വളരെ രാവിലെ എഴുന്നേറ്റാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു സ്റ്റാറിനെ കാണാം. അതിന്റെ പേര് ഉദയനക്ഷത്രം. അതെ, രാവിലെ വരെ കിടന്നുറങ്ങുന്നവർ കാണില്ല. സൂര്യൻ ഉദിക്കാം, തങ്ങളുടെ മണ്ടയ്ക്ക് സൂര്യൻ ഉദിക്കാം കിടക്കുന്നവർ അവർ കാണില്ല. അവർ കാണുന്നത് ഈ ആളിനെയാണ്. മറ്റവരിങ്ങനെ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. നേരം പുലരണം അതിനുവേണ്ടി നോക്കി നോക്കി കാത്തിരിക്കുന്നവർ അവനെ കാണും. ഇതിൻ്റെ ഒരു വാക്തത്വമാണത്. ഈ കഷ്ടങ്ങളുടെ കാലത്തിന് മുമ്പ് അവൻ ഉദയ നക്ഷത്രമായി, കാണാൻ ശോഭയുള്ളവനായി, ഇമ്പമുള്ളവനായി ഇറങ്ങി വരുമ്പോ തനിക്കായി കാത്തു നിൽക്കുന്ന ആളുകൾ അത് നോക്കി ഒരൊറ്റ പറപ്പുറക്കും. അവർ പോയി അവനെ കാണും. ആമേൻ. അതിൻ്റെ ഒരു വാക്തത്വമാണ്. അപ്പൊ ഇതാണ് 4ാമത്തെ സഭ. പാപത്തിന് തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞ കുറെ ആളുകൾ, ദൈവവചനത്തിന്റെ വിപരീതമായി ജീവിക്കുന്നവർ. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ശാരീരിക വ്യഭിചാരം മാത്രമല്ല, ആത്മീക വ്യഭിചാരമുണ്ട്. ഇസ്രയേലിനെ നോക്കി പലപ്പോഴും വിളിച്ച പേര്, നല്ലൊരു പങ്ക് സമയത്തും വിളിച്ച പേര് ദുർനടപ്പുകാരുത്തിയെ, വ്യഭിചാരിണിയെ എന്നാണ്. അവരെല്ലാവരും അക്ഷരാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്തു എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എന്താണ്? ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്തത്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കേണ്ട സ്നേഹത്തിന് പകരം അവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു എന്ന മണവാളന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ. അത് സ്ത്രീകളെ മാത്രം പറയുന്ന കാര്യമല്ല. ആൺ പെൺ വ്യത്യാസമില്ലാതെയല്ലേ ക്രിസ്തുവിന്റെ കാന്ത എന്ന് പറയുന്നത്. അപ്പൊ അതിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ച് വചനം കേട്ട് കല്യാണം ഉറച്ചിരിക്കുന്ന ആളുകൾ. എന്താ കല്യാണം ഉറച്ചിരിക്കുന്ന ആളുകൾ? യേശുവേ, ഞാനും വരുന്നു, ഞാനും അങ്ങയുടെ മണവാട്ടിയാണ്, എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞവർ. അവർ ഏകാഗ്രതയിൽ നിർമ്മലയിലിരിക്കണം. അവരുടെ മനസ്സ് ക്രിസ്തുവിനെ വിട്ട് പതറാൻ പാടില്ല. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ,
അതിനേക്കാൾ കൂടുതൽ ഭൂമിയിൽ ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനപ്പുറം അപ്പനും അമ്മയും കയറി അതിനോട് ഉടക്ക് നിൽക്കുന്നു. ഉടക്ക് നിന്ന് അപ്പം നിങ്ങൾ അപ്പനെ അമ്മയും പിണക്കുന്ന എങ്ങനെയാണെന്നും പറഞ്ഞ് അപ്പൻ്റെ അമ്മ പറഞ്ഞ് കേട്ട് ജീവിക്കുന്നു. അപ്പം അതെന്താണ് വാസ്തവത്തിൽ? പറയാൻ പാടാണ് അല്ലേ? മറ്റേ ആളിനോട് കല്യാണം ഉറച്ചിരിക്കല്ലേ, അവിടെയല്ലേ ചേർന്ന് നിൽക്കേണ്ടത്. അതിനപ്പുറം ഒരാളെ സ്നേഹിച്ചാൽ അതിൻ്റെ പേര് വ്യഭിചാരം എന്നാണ്. സ്തോത്രം. അത് തന്നെ, വിഗ്രഹത്തിന്റെ പുറകെ പോയാൽ അതിന്റെ പേരും വ്യഭിചാരം എന്നാണ്. ഈവൻ പുതിയ നിയമത്തിൽ എഫെസ് ലേഖനത്തിലും മറ്റും, ഈവൻ കൊലോസ് ലേഖനത്തിലും പറയുന്നത് പൈസ ഉണ്ടാക്കണമെന്ന അത്യാർത്തി, ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം, അത് വിഗ്രഹാരാധനയാണ്. അത് ദൈവത്തോടുള്ള വ്യഭിചാരമാണ്. സഭയിൽ ദൈവത്തോടുള്ള ഏകാഗ്രതയ്ക്ക് ചേരാത്ത യാതൊന്നുണ്ടായാലും അതിൻ്റെ പേര് ദുർനടപ്പെന്നാണ്, വ്യഭിചാരം എന്നാണ്. സ്തോത്രം. ഒന്നാലോചിച്ച് നോക്കാം, നിങ്ങളുടെ ഹൃദയം അങ്ങനെ അങ്ങ് ക്രിസ്തുവിങ്കൽ ഏകാഗ്രമാണോ? വേറെ ഒന്നിലേക്കും തിരിയാതെ ഇത്രയും ഞാൻ സ്നേഹിക്കുന്ന ഒരു കാര്യം അഖിലാണ്ടത്തിലില്ല എന്ന് പറയത്തക്കവണ്ണം നെഞ്ചത്ത് കൈവച്ച് നല്ല ബോധ്യത്തോട് പറയാവോ? ഭൂമിയിൽ ഒരൊറ്റ വസ്തുവിനെ, യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ അത്ര ഞാൻ സ്നേഹിക്കുന്നില്ല. എൻ്റെ ഭർത്താവിനെ അത്രയും സ്നേഹിക്കുന്നില്ല, എൻ്റെ അമ്മയെ അത്രയും സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭാര്യ അത്രയും സ്നേഹിക്കുന്നില്ല, ഞാൻ പണത്തെ അത്രയും സ്നേഹിക്കുന്നില്ല, സ്ഥാനത്തെ അത്രയും സ്നേഹിക്കുന്നില്ല, ഒരു വകയെ ഞാൻ സ്നേഹിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് യേശുവിനെയാണ് എന്ന് എപ്പോഴും പറയത്തക്കവണ്ണം ഈ അന്തരംഗത്തിൽ ഉറപ്പുള്ളവരാണ് ഏകാഗ്രതയിലും നിർമ്മലതയിലും ജീവിക്കുന്നത്. അതിന് വിപരീതമായ ഒരു സെക്കൻഡ് ഉണ്ടായാൽ അത് നിങ്ങളെ ഇസബേല് പറ്റിച്ചതാണ്. പാതാളത്തിന്റെ ഏജന്റ് ഇസബേല് വന്നതാണ്, ഓരോ രൂപത്തിൽ വന്നതാണ്, ഓരോ ഭാവത്തിൽ വന്നതാണ്. അതിന്റെ വഷളായി പോകുന്ന ചതിക്കുന്ന മനുഷ്യനെ കൊണ്ട് വന്നതാണ്. രൂപം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല, സമ്മതിച്ചു കൊടുക്കരുത്. ഒറ്റ സെക്കൻഡ് നേരത്തേക്ക് ദൈവപുത്രനായ ക്രിസ്തുവിനപ്പുറം യാതൊരു വസ്തുവിനെ സ്നേഹിക്കാൻ ഹൃദയത്തെ അനുവദിച്ചു കൊടുക്കരുത്. കാത്തിരിക്കൂ, മണവാളൻ വരാൻ നേരമായി. എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ വന്നാലും കുറെ കാലം കഴിഞ്ഞ് വന്നാലും ഏത് നേരം വന്നാലും ഇതിനകത്ത് മറ്റൊരാഗ്രഹം കയറാതെ വണ്ണം ഏകാഗ്രതയോടെ ഇരിക്കുവാൻ സഭയെ ഉപദേശിക്കുന്ന ശക്തമായ ഉപദേശമാണ് ഈ ദൂത്. അതിന് വിപരീതമായ ഒരു വസ്തുവിനെയും കൈക്കൊള്ളരുതെന്ന് മാത്രമല്ല, അത് വ്യഭിചാരമാണെന്നുള്ള ബോധത്തിൽ അതിനെ പകച്ച്, അതിനെ വെറുത്ത്, ഒരു കാരണവശാലും നിങ്ങളുടെ കോമ്പൗണ്ടിൽ അതിനെ കയറ്റാതെ അതിനെ പുറത്തു നിർത്തിക്കൊള്ളണം. അത്രയ്ക്ക് വിശുദ്ധമായിരിക്കണം ദൈവത്തിന്റെ സഭ. എപ്പോ ഇതിനകത്ത് മനുഷ്യനെ പരിശോധിച്ചാലും ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ച്, ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സംഘമായി ദൈവത്തിന്റെ ജനം ജീവിക്കണം. ആമേൻ. അടുത്ത സഭ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. അടുത്തത് സർദീസ് പട്ടണത്തിലെ സഭയാണ്. അവിടുത്തെ ദൂതൻ എഴുതാൻ എന്നുവെച്ചാൽ അടുത്ത പാസ്റ്റർക്കാണ് കത്ത്, പക്ഷെ സഭയ്ക്ക് വേണ്ടി മൊത്തമാണ്. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ആ സഭയിലോട്ട് കയറി വരുന്ന അങ്ങനെയാ. ദൈവത്തിന്റെ 7 ആത്മാവുണ്ട്, 7 നക്ഷത്രമുണ്ട്. ദൈവത്തിന്റെ 7 ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധി, പരിശുദ്ധാത്മാവായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇഷ്ടം പോലെ ആത്മാവ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ. പ്ലൂറൽ, ശ്രദ്ധിക്കണം, പ്ലൂറൽ. നദി എന്നല്ല, നദികൾ അവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകും എന്ന് പറഞ്ഞാൽ ജീവജലത്തിന്റെ നദികൾ ഇതിനകത്ത് നിന്ന് പുറത്തോട്ടൊഴുകാം. പുറത്തോട്ടൊഴുകണമെങ്കിൽ അതിന് തക്കവണ്ണം ഇതിനെ നിറച്ചിട്ട് വേണ്ടേ പുറത്തോട്ടൊഴുകാൻ? അല്ല, വേണ്ടേ? അങ്ങനല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആത്മാവ് റെഡിയാണ്. മനസ്സുണ്ടോ ഇറങ്ങി നിറയ്ക്കാൻ, നിറച്ചിട്ട് ഒഴുകാൻ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആത്മാവ് വരുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ആത്മശക്തി നിങ്ങളുടെ മേൽ വേണം.
നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അയൽപക്കത്തെ വീട്ടുകാരന് വേണ്ടിയുള്ള ഒരു ആത്മശക്തിയും നിങ്ങളുടെ മേൽ വേണം. നിങ്ങളുടെ ആത്മശക്തി കൊണ്ട് അവർ ജീവിക്കുന്നതെന്നല്ല എൻ്റെ അർത്ഥം. അവർക്കൊരാവശ്യമുണ്ടായാൽ ആവശ്യത്തെ പരിഹരിക്കുവാൻ സ്വർഗീയ ശക്തിയുടെ ഒരു വ്യാപാരം ഈ ശരീരത്തിൽ കാണണം. ഈ കൈ അങ്ങോട്ട് നീട്ടിയാൽ ഈ കയ്യിലൂടെ ദൈവശക്തിയുടെ ഒരു വ്യാപാരം അയൽപക്കക്കാരന്റെ ശരീരത്തിൽ വരണം. നമുക്കടുത്ത് ജോലി ചെയ്യുന്ന ഒരുത്തന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ടായാൽ, വിടുതലിന്റെ മണ്ഡലമുണ്ടായാൽ, ഒരു വാക്ക് നാം പറഞ്ഞാൽ, കൈതൊട്ടി അവരെ തൊട്ടാൽ അവരുടെ മേൽ വിടുതൽ വ്യാപരിക്കത്തക്കവണ്ണം ജീവജലത്തിന്റെ നദികൾ നമ്മിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകത്തക്കവണ്ണം ആത്മസമൃദ്ധിയിലാണ് ക്രിസ്തു വരുന്നത്. ആത്മാവ് കൊണ്ട് ശുശ്രൂഷിക്കാനുള്ള മനുഷ്യരും ദൈവത്തിന്റെ പക്കൽ എക്കാലത്തുമുണ്ട്. എല്ലാവരുടെയും പക്കൽ ആത്മാവില്ലായിരിക്കും, എല്ലാവരുടെയും പക്കൽ ശുശ്രൂഷയില്ലായിരിക്കും. ഉണങ്ങിയ ആളുകൾ കണ്ടേക്കാം, ബലഹീനരായി നടക്കുന്നവർ കണ്ടേക്കാം, ജഡത്തിൽ ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവർ കണ്ടേക്കാം. പക്ഷേ ഏത് കാലത്തും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവത്തിന്റെ പക്കൽ മനുഷ്യരുണ്ട്, അഭിഷിക്തന്മാരുണ്ട്. അവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തെ വേണമെന്ന് തോന്നുന്നവന് അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ദൈവം ആളുകളെ എല്ലാ കാലത്തും ഒരുക്കിയിട്ടുണ്ട്. അവന് തന്റെ ജനം ഉണ്ട് എന്നറിയണം. ആ അഭിഷിക്തന്റെ കീഴിൽ ശുശ്രൂഷ ഏൽക്കണം. ആത്മവ്യാപാരമില്ലാത്തടത്ത് കൂട്ടായ്മയ്ക്ക് പോകരുത്. നിന്റെ ആത്മാവിനെ ജ്വലിപ്പിക്കാൻ കഴിവില്ലാത്തടത്ത് നീ കൂട്ടായ്മയ്ക്ക് പോകരുത്. നീ വിശ്വസിക്കുന്ന വിശ്വാസം, മാനസാന്തരം ശരിയാണെന്ന്, സ്നാനം ശരിയാണെന്ന്, ആത്മനിറവ് ശരിയാണെന്ന് വിശ്വസിച്ച് എവിടെങ്കിലും പോയി ഇത് പ്രാപിച്ച ശേഷം ഇതില്ലാത്ത ഇടത്ത് നീ കൂട്ടായ്മയ്ക്ക് പോയാൽ വാസ്തവത്തിൽ നീ എന്താ ചെയ്യുന്നത്? സ്നാനപ്പെടാത്ത ഒരുത്തന്റെ കീഴിൽ നീ ശുശ്രൂഷയ്ക്ക് പോയിരുന്നാൽ, ആത്മനിറവ് പ്രാപിക്കാത്ത, ആത്മനിറവ് വിശ്വസിക്കാത്ത ഒരു ശുശ്രൂഷകന്റെ കീഴിൽ പിന്നെയും നിങ്ങൾ പോയി ശുശ്രൂഷയേറ്റാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുകയല്ലേ? നിങ്ങളുടെ ആത്മാവിനെ പട്ടിണിയിലേക്ക് നയിക്കുകയല്ലേ? എന്താണ് നിങ്ങൾക്ക് അവർക്ക് തരാനുള്ളത്? നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്യാൻ അവരുടെ പക്കൽ എന്തുണ്ട്? നിന്റെ പക്കൽ ഉള്ളതിനേക്കാൾ കൂടിയ ഒന്ന് ഉള്ളവർക്കല്ലേ നിങ്ങളുടെ പക്കൽ ഒരു ഇമ്പാർട്ടേഷൻ തരാൻ പറ്റുകയുള്ളൂ. അറിയൂ, ആത്മവ്യാപാരമുള്ളിടത്താണ് ശുശ്രൂഷകൾക്ക് പോകേണ്ടത്. ആത്മവ്യാപാരമുള്ളിടത്താണ് ആരാധനയ്ക്ക് പോകേണ്ടത്. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തോടുകൂടെ ശുശ്രൂഷിക്കുന്ന ഇടത്താണ് ജനം ആരാധനയ്ക്ക് പോയി ദൈവത്തെ ആരാധിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് പോഷണം ലഭിക്കുകയുള്ളൂ. ഭൂമിയിലെ സംഘടനയല്ല പ്രധാനം, ഭൂമിയിലെ സഭകളല്ല പ്രധാനം. വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള ബോധം കുറച്ചു കാലമായിട്ടുണ്ടായി. ഒത്തിരി കാലം കൊണ്ട് വചനം പ്രസംഗിക്കല്ലേ. ക്രിസ്തീയ സഭകളിൽ ഒത്തിരി സഭകളിലും മാനസാന്തരം എന്നൊരു ഉപദേശം ഇല്ല. കുറച്ച് സഭകളിലേ ഉള്ളൂ മാനസാന്തരം എന്ന ഉപദേശം. ബാക്കിയുള്ളത് നീ ക്രിസ്ത്യാനിയായി ജയിച്ചു, നീ മാമോദീസ ഏറ്റാൽ നീ രക്ഷപ്പെടും എന്നാണ് അവരുടെ ഉപദേശം. അത്രേ ഉള്ളൂ. അവിടെ മാനസാന്തരത്തിന് ഇടയില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഉപദേശ സംഹിതയിൽ എവിടെയാണ് മാനസാന്തരം എന്ന ഉപദേശം എഴുതി വെച്ചിരിക്കുന്നത്? യു ഡോണ്ട് ഫൈൻഡ് ഇറ്റ്, യു ഡോണ്ട് ഫൈൻഡ് ഇറ്റ്. ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സഭകളിലും ഇല്ല, മിക്കടത്തും ഇല്ല. അല്ലെങ്കിൽ ഉപദേശ പുസ്തകം എടുത്ത്, സഭകളുടെ ഉപദേശ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്, അപ്പൊ നിങ്ങൾ അറിയും. അപ്പൊ അവിടെ മാനസാന്തരം ഇല്ല, സ്നാനമില്ല. സ്നാനമുണ്ട്, ശിശുസ്നാനം. അതിനപ്പുറത്തൊരു സ്നാനം അവർ വിശ്വസിക്കുന്നില്ല. ആത്മസ്നാനത്തെ കുറിച്ച് വിശ്വാസം ഇല്ല. ഉണ്ട്, അത് തലയ്ക്ക് തൊടുന്ന, നെറ്റിക്ക് തൊടുന്ന ഒരു എണ്ണയിൽ, തൈലത്തിൽ നിൽക്കും. അല്ലാതെ ആത്മാവിറങ്ങി വരുന്ന ഒരു വിശ്വാസം മിക്കിടത്തും ഇല്ല. ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും പിന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു കമ്പവിടാന്നറിയാമോ? ഹിസ്റ്റോറിക് എപ്പിസ്കോപ്പറ്റെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് വേദശാസ്ത്രത്തിൽ. ഹിസ്റ്റോറിക് എപ്പിസ്കോപ്പറ്റെ. ഹിസ്റ്റോറിക് എപ്പിസ്കോപ്പറ്റെ എന്ന് പറഞ്ഞാൽ പത്രോസിൽ നിന്ന് ഇടമുറിയാതെ വന്ന ഒരു മേൽപ്പട്ടമുണ്ട്. ആ പട്ടം കിട്ടിയിടത്ത് മാത്രമേ അത് സഭയാവുള്ളൂ. അതിന്റെ കീഴിൽ നിന്നേലേ അത് സഭയാവുള്ളൂ. അതുകൊണ്ട് ആ പട്ടം ഉള്ളിടത്ത് ഉറച്ചു നിൽക്കണം, അല്ലാത്ത സഭയല്ല. ലിസൺ ടു മീ കെയർഫുള്ളി. പത്രോസിന് ശരിക്കും പാരമ്പര്യം അനുസരിച്ച് യോഹന്നാനിൽ നിന്ന് യേശുവിന് കിട്ടിയെന്നും യേശുവിൽ നിന്ന്
അപ്പോസ്തലന്മാർക്ക് കിട്ടിയെന്നും അതിൽ നമ്പർ 1 പത്രോസ്, പത്രോസിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്നുമാണ് പൗരോഹിത്യം. പൗരോഹിത്യം ആ വാക്കാണ് ഞാൻ പറയുന്നത്, പൗരോഹിത്യം. യോഹന്നാൻ സ്നാപകൻ പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണ്. അപ്പനപ്പന്മാരെ ചെയ്തു വന്ന പൗരോഹിത്യ ശുശ്രൂഷ വിട്ടിട്ട് ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവനാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനിൽ നിന്ന് യേശു എന്താ ഏറ്റെടുത്തത്? സ്നാനമേറ്റെന്നും പറഞ്ഞ് ആത്മാവിനെ ഏറ്റെടുത്തത് യോഹന്നാൻ സ്നാപകനിൽ നിന്നാണോ? അല്ല. ശുശ്രൂഷയ്ക്ക് യേശുവിനെ വിളിച്ചാക്കിയത് യോഹന്നാൻ സ്നാപകനാണോ? അല്ല. ശുശ്രൂഷയ്ക്ക് കൈവച്ചാക്കിയത് യോഹന്നാൻ സ്നാപകനാണോ? അല്ല. യേശുവിന്റെ പൗരോഹിത്യം അതിന് മുൻപുള്ള പൗരോഹിത്യമാണോ? അഹരോന്റെ പൗരോഹിത്യമാണോ? അല്ല. എബ്രായ ലേഖനം തെളിച്ചു പറയുന്നു, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ അവൻ പുരോഹിതൻ ആകെയില്ലായിരുന്നു. എബ്രായ ലേഖനം. മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. 8-ാം അധ്യായം 3-ാം വാക്യം. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകിയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. എന്താ എന്റെ കാരണം? പുരോഹിതൻ ലേവ്യ കുടുംബത്തിൽ നിന്ന് വരണം, കുലത്തിൽ നിന്ന് വരണം. നമ്മുടെ കർത്താവ് നേരത്തെ നമ്മളൊന്ന് വായിച്ചല്ലോ, യഹൂദയിൽ നിന്ന് ഉദിച്ചുവെന്ന് സ്പഷ്ടം. ഭരണഗോത്രത്തിൽ നിന്ന് വന്നവനാണ് യേശു. ലേവി പൗരോഹിത്യത്തിന്റെ ബാക്കി ഏറ്റെടുക്കാൻ അവൻ ലേവി കുലക്കാരനല്ല. പിന്നെ അവന്റെ കുലം യഹൂദ കുലം. അവന് കിട്ടിയ പൗരോഹിത്യത്തിന്റെ പേര് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അഹരോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അല്ല എന്നും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ് അവന് പൗരോഹിത്യം കിട്ടിയത്. ഇതൊക്കെ വേദപുസ്തകം തെളിച്ചു പറയുന്ന കാര്യം, പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യം. അപ്പൊ ഇത് പഴയ പൗരോഹിത്യമല്ല, ഇത് തീർത്തും പുതിയ ഒരു പൗരോഹിത്യമാണ്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവൻ തന്റെ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്ക് നിയമിച്ചു. പത്രോസിനെ ശുശ്രൂഷയ്ക്ക് നിയമിച്ചു, ശരിയാണ്. ബാക്കി ശുശ്രൂഷകൻ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്ക് നിയമിച്ചു. 2-ാം അധ്യായത്തിൽ അവരെവിടെയായിരുന്നു? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ യെരുശലേമിലല്ലേ? 8-ാം അധ്യായം ആദ്യത്തെ ഭാഗം വായിച്ചു നോക്കൂ. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. പിന്നെ അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. അപ്പൊ അപ്പോസ്തലന്മാർ എവിടെ താമസിച്ചു? യെരുശലേമിൽ താമസിച്ചു. അപ്പുറത്തോട്ട് വായിച്ചു നോക്കൂ. 8-ാം അധ്യായത്തിൽ ശമരിയിൽ പോയി ഇവര് പോയി പ്രസംഗിച്ചു, ഡീക്കന്മാര് പോയി പ്രസംഗിച്ചു, ജനം പോയി പ്രസംഗിച്ചു, ശിമോൻ പോയി പ്രസംഗിച്ചു. കണ്ടമാനം ആളുകൾ വിശ്വാസത്തിൽ വന്നു. ഈ വിവരം കേട്ടിട്ട് എന്താണെന്നറിയോ സംഭവിച്ചത്? 8-ാം അധ്യായത്തിൽ പതിനാലാം വാക്യം. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. എവിടെയുള്ള അപ്പോസ്തലന്മാർ? യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരുടെ ആസ്ഥാനം എല്ലാ കാലത്തും യെരുശലേം. സഭയിൽ മേജർ പ്രോബ്ലം ഉണ്ടായി, ഒരു ഉപദേശപരമായ പ്രശ്നം ഉണ്ടായി. ജാതികളുടെ ഈ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. യഹൂദന്മാര് പറഞ്ഞു എല്ലാരും പരിച്ഛേദനയേറ്റ് യഹൂദനായി തീരണം, ആദ്യം
പിന്നെ ക്രിസ്ത്യാനി ആയാൽ മതി, അല്ലാതെ ഒറ്റ ഒരുത്തനെയും നേരിട്ട് ക്രിസ്ത്യാനി ആവാൻ പറ്റില്ല. വലിയ പ്രശ്നമായി. ചർച്ച ചെയ്യാൻ യെരുശലേം കൗൺസിൽ കൂടിയത് യെരുശലേമിൽ ആളുകൾ പോയി. മെയിൻ ആള് ഒരു ഭാഗത്ത് പൗലോസാണ്. ആ പൗലോസ് എല്ലാം കൂടെ യെരുശലേമിൽ പോയി. രണ്ടാം വാക്യം 15. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ പോകണം നിശ്ചയിച്ചു. അപ്പൊ അപ്പോസ്തലന്മാരുടെ ആസ്ഥാനം അപ്പോഴും യെരുശലേം. എന്ന് പറയുന്ന ക്രിസ്തീയ സഭകളുടെ ആസ്ഥാനം യെരുശലേമാണെന്നാണോ അവർ പറയുന്നത്? അറിയാമോ? തെളിച്ച് പറയണോ ഞാൻ? ഒരു കൂട്ടരുടെ ആസ്ഥാനം റോം, വേറൊരു കൂട്ടരുടെ ആസ്ഥാനം അന്ത്യോക്യ. ഇത് രണ്ടും അല്ലേ? ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞ പത്രോസിന്റെ സിംഹാസനം അവിടെ ആയിരുന്നെന്നാണ്. ഒരു കൂട്ടർ പറഞ്ഞു റോമിലായിരുന്നു, ഒരു കൂട്ടർ പറയുന്നു അന്ത്യോക്യയിലായിരുന്നെന്ന്. അപ്പോസ്തലന്മാരുടെ ആസ്ഥാനം എവിടെ? യെരുശലേം. ഇനിയും പത്രോസിന് സിംഹാസനം ഉണ്ടായിരുന്നോ? ഏത് മനുഷ്യനെ അറിയാൻ മേലാത്തത് ആ പുള്ളിക്ക് സിംഹാസനം ഇല്ലായിരുന്നെന്ന്? സിംഹാസനത്തിൽ ഇരിക്കാൻ നേരമില്ലായിരുന്നല്ലോ. സുവിശേഷം പ്രസംഗിച്ച് ഓടി നടന്ന ഇവനെ അവസാനം കൊല്ലുകയല്ലേ ചെയ്തത്? അപ്പോസ്തലന്മാരെ എല്ലാം കൊല്ലുകയല്ലേ ചെയ്തത്? അവരെവിടെയാണ് ഇരുന്ന് വാണത്? അവരെങ്ങും ഇരുന്ന് വാണതല്ല. ഇനി ഇച്ചിരിയുടെ വിവരം അറിയണമെങ്കിൽ, അന്ത്യോക്യയിൽ ആരായിരുന്നു ഓർഡിനേഷൻ കൊടുത്തതെന്ന് അറിയണമെങ്കിൽ 13-ാം അധ്യായത്തിലേക്ക് പോകണം. പൗലോസ് അപ്പോസ്തലനെ കൈവച്ച് വേർതിരിക്കുന്ന സഭയും അന്ത്യോക്യ സഭയിൽ വായിച്ചോളൂ. ബർന്നബാസ് നീഗർ എന്ന് പേരുള്ള ശിമോൻ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ് നീഗർ എന്ന് പേരുള്ള ശിമോൻ മറ്റേ പത്രോസ് അല്ല. അതുകൊണ്ട് ആ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന നീഗർ എന്ന് പേരുള്ള ശിമോൻ. മറ്റേ ആളിന്റെ പേരെന്താണ്? കേഫ. അത് വേറെ ആള്, പത്രോസ് വേറെ. നീഗർ എന്ന് പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെ ശൗലിനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അന്ത്യോക്യയിലെ സഭയിലെ മൂപ്പന്മാരോടും പിന്നെ പ്രവാചകന്മാരോടും പറഞ്ഞു, ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീൻ. ബാക്കി അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച്. അന്ത്യോക്യയിൽ ആരാണ് ഓർഡിനേഷൻ കൊടുത്തത്? പത്രോസ് ആണോ? പുസ്തകം പരിശോധിക്കൂ, ചരിത്രം നോക്കൂ. അന്ത്യോക്യ ജാതികളിൽ നിന്നുണ്ടായ സഭയാണ്. പത്രോസും ജാതികളുമായുള്ള സഭയും തമ്മിൽ ബന്ധമില്ല. കൂടുതൽ വിവരം അറിയണമെങ്കിൽ വീട്ടിൽ പോയി ഗലാത്യ ലേഖനം 2-ാം അധ്യായം വിശദമായി വായിച്ചു നോക്കണം. പത്രോസ് അവസാനം പൗലോസിനോട് പറഞ്ഞതിന്റെ ഭാഷ്യം ഞാൻ മലയാള ഭാഷയിലൊക്കെ പറഞ്ഞാൽ, സഹോദര, നിനക്ക് ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ദൈവം കൃപ തന്നിരിക്കുന്നു, നീ പോയി അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് കൃപ, അതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ അങ്ങ് താമസിച്ചോളാം. ജാതികളുടെ സഭയാണ് അന്ത്യോക്യ സഭ. അതുമായിട്ടുള്ള ഇടപാടല്ല പത്രോസിന്. പത്രോസ് അവിടെ പോയി. പത്രോസ് അവിടെ പോയപ്പോ ഞാൻ പത്രോസിനെ ആക്ഷേപിച്ച് പറയല്ല. പത്രോസിനെ ദൈവം മാനിച്ചവൻ, ദൈവത്തിന്റെ സഭയുടെ ഒരു തൂണായിരിക്കുന്നവൻ. പക്ഷെ പുസ്തകം വായിച്ചു നോക്കൂ. അവിടെ ചെന്നപ്പോ പൗലോസിന് ചില പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല മനുഷ്യനാണ്. ആദ്യമേ ദൈവം അവനോട് പറഞ്ഞു, നീ അങ്ങ് അവിടെ ഒരാള് ഇങ്ങനെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഇരിക്കുന്നു, നീ പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ദർശനമൊക്കെ കൊടുത്തു 10-ാം അധ്യായത്തിൽ. അപ്പൊ ദർശനം കിട്ടി, ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പോയി കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയി പ്രസംഗിച്ചു. ആദ്യം ഇച്ചിരി വലിയ വർത്താനൊക്കെ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും വരുന്ന ആളൊന്നും അല്ല, പിന്നെ ദൈവം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത്. അങ്ങനെ പ്രസംഗം എല്ലാം കഴിഞ്ഞ് യെരുശലേമിൽ വന്നപ്പോഴത്തേക്ക് സഭക്കാർ ബഹളം ഉണ്ടാക്കി. അവർ പറഞ്ഞു, നീ പോയി ജാതിയുടെ കൂടെ തിന്നും വെച്ച് വന്നിരിക്കുകയാണ്, നിന്നെ പള്ളി കയറ്റാൻ പറ്റില്ല, നിന്നെ ഇനിയും പ്രസംഗിപ്പിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹം പിന്നുള്ള കാര്യം പറഞ്ഞു, സഹോദരന്മാരെ, അങ്ങനൊന്നുമല്ല സംഗതി, ഞാൻ അങ്ങനെ തിന്നാൻ പോയൊന്നുമല്ല, ഇങ്ങനെ പ്രത്യേകം ദൈവം ദർശനം തന്നതുകൊണ്ട് മാത്രം ഞാൻ പോയതേ ഇല്ല, ഞാൻ പോകത്തില്ലായിരുന്നു. എന്നാലും ദൈവം അവർക്ക് ആത്മാവിനെ കൊടുത്ത് അനുഗ്രഹിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചു നേട്ടപ്പോൾ അവർ പറഞ്ഞാൽ എന്നാ പിന്നെ പോട്ട്, സാരമില്ല. അത് കഴിഞ്ഞപ്പോ വീണ്ടും അന്ത്യോക്യയിൽ ഒരു യോഗത്തിന് പോയി. അതാണ് ഈ ഗലാത്യ ലേഖനം 2-ാം അധ്യായം പറയുന്നത്. അന്ത്യോക്യയിൽ ഒരു യോഗത്തിന് പോയപ്പോ ആദ്യത്തെ കുറച്ച് ദിവസം നല്ല ഒന്നാന്തര യോഗം, ഉത്സാഹമായിട്ട് പത്രോസ് പ്രസംഗിക്കുന്നു, ജനത്തിനിടയിൽ ജീവിക്കുന്നു, തിന്നുന്നു, ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ യോഗം കാണാൻ യെരുശലേമിൽ നിന്ന് സഹോദരന്മാർ വന്നു. അവർ യഹൂദന്മാരാ. യോഗം കാണാൻ സഹോദരന്മാർ യെരുശലേമിൽ നിന്ന് വന്നപ്പം അന്ന് വൈകിട്ട് പത്രോസ് ഭക്ഷണം കഴിക്കത്തില്ല. ഭക്ഷണം കൊടുത്തോ പറഞ്ഞു, എനിക്ക് വേണ്ട.
അതെന്താ ഉപവാസമാണോ? അല്ലല്ല, ഉപവാസമൊന്നുമല്ല, പക്ഷെ എനിക്ക് വേണ്ട, തറപ്പിച്ച് പറയാൻ എനിക്ക് വേണ്ട. അപ്പൊ പൗലോസ് പറഞ്ഞു, പത്രോസേ സഹോദരാ, ആ വേല കൈയിരിക്കട്ടെ. ഇന്നലെ വരെ നിനക്ക് തിന്നാമായിരുന്നല്ലോ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇന്ന് യെരുശലേമിന് സഹോദരന്മാർ വന്നപ്പോഴല്ലേ നിനക്ക് തിന്നാൻ വയ്യാത്തത്. അപ്പൊ നിന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയാം. നീ അവരെ പേടിച്ചിട്ടല്ലേ ഇപ്പൊ തിന്നാതിരിക്കുന്നത്. അങ്ങനെല്ലാം പറഞ്ഞപ്പോഴാണ് പത്രോസ് പറയുന്നത്, എന്റെ പൊന്ന് സഹോദര ശൗലേ, നിനക്ക് ജാതികളുടെ പ്രസംഗിക്കാൻ ദൈവം കൃപ തന്നിരിക്കുക. നീ അവരുടെ പ്രസംഗിച്ചോ, നീ അവരോട് പൊയ്ക്കോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള കൃപയില്ല. ഞങ്ങൾക്ക് ഈ ജനത്തെയൊക്കെ നോക്കി, ഇവരുടെ സംസ്കാരമൊക്കെ നോക്കി ഇതിനകത്ത് നിൽക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. താൻ തന്നെത്താൻ ഒതുക്കിയ ആളാണ്. അപ്പോഴേ ഈ അന്ത്യോക്യയിലെ ആസ്ഥാനം പത്രോസിന്റെ അല്ല, റോമിലെ ആസ്ഥാനവും പത്രോസിൻ്റെതല്ല. അപ്പോസ്തലൻ പാർത്ത യെരുശലേമിലാണ്. അതുകൊണ്ട് കൈവപ്പാണെന്നും പട്ടത്വമാണെന്നും അവിടെ സഭയാവുള്ളെന്നും പറഞ്ഞാൽ യേശു എവിടെയുണ്ടോ അവിടെ സഭയുണ്ട്. Where there is Christ, there is church. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. അതാണ് സഭ. അപ്പോസ്തലനുള്ളടമല്ല സഭ, യേശുവുള്ളടമാണ് സഭ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കളിപ്പ് പറ്റരുതേ, ഇതിന്റെ പേരിൽ കളിപ്പ് പറ്റരുതേ. ഞാൻ എടുത്തു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷിക്കാൻ അഭിഷേകമുള്ളവൻ, കൃപയുടെ വ്യാപാരമുള്ളവൻ, കൃപ ഇമ്പാക്ട് ചെയ്യാൻ ആരെ ദൈവം നിയമിച്ചോ അവിടെ പോകണം, അവിടെ പോയി ആരാധിക്കണം, അവിടുന്ന് ശക്തി പ്രാപിക്കണം. അതാണ് ദൈവവചനത്തിന്റെ ഉപദേശം. ഒരുപാട് പേരുടെ കണ്ണ് പിശാച് കെട്ടി ഇങ്ങനെ കുടുക്കിലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ആക്ഷേപിച്ച് പറഞ്ഞു, ഒരാളെയും ആക്ഷേപിച്ച് ഞാൻ പ്രസംഗിക്കാറില്ല, ഒരു സഭയെയും ആക്ഷേപിക്കാറില്ല. പക്ഷെ സത്യം പറയാതെ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്രയും വിവരം പറഞ്ഞതാണ്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്ന് ഉടനെ പറയാണ്, ഞാൻ അറിയുന്നു, നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്താണ്? ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഡോക്ടറെ പോലൊരു പരിശോധന. സ്തോത്രം. കണ്ടില്ലേ, സുഖമില്ലെന്നും പറഞ്ഞ് ഡോക്ടറിക്ക് ചെന്നാൽ ആദ്യത്തെ പണി എന്താണ്? ഏറെക്കുറെ എല്ലാ ഡോക്ടറും നിങ്ങൾ ചെന്നാ ഉടനെ നിങ്ങളുടെ കയ്യിലൊന്നും പിടിക്കത്തില്ലേ? ഇല്ലേ? ചെന്നാ ഉടനെ കയ്യിലൊന്ന് പിടിക്കും. നിങ്ങളോട് കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ കൈ പിടിക്കും. പരിചയമില്ലേ? പോയിട്ടില്ലേ? എന്താ നോക്കുന്നത്? പൾസ് എന്ന് പറഞ്ഞ നാടിയെടുപ്പ്. നിങ്ങൾക്ക് എത്ര ജീവൻ ഉണ്ടെന്നായി നോക്കുന്നത്? റിയലി നിങ്ങൾക്ക് എത്രയും ജീവൻ ഉണ്ടെന്ന് നോക്കുകയാണ് ഇത് പിടിച്ചിട്ട്. അത് നോക്കിയിട്ടാണ് അടുത്ത കാര്യം തീരുമാനിക്കുന്നത്. പിന്നാണ് സ്റ്റെതസ്കോപ്പും സാധനമൊക്കെ എടുക്കുന്നത്. അപ്പൊ ആദ്യം അറിയേണ്ടത് നിങ്ങൾക്ക് എത്രയും ജീവൻ ഉണ്ടെന്നാ. ഇത് ചെന്ന് കയറിയ ഉടനെ നാടി പിടിച്ച് നോക്കിയിട്ട് പറയാം, അയ്യോ ചാവാറായല്ലോ, ജീവന്റെ അളവ് വളരെ കുറവാണല്ലോ, ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചതാണല്ലോ, അവയവങ്ങൾ മിക്കതും ചത്തു, ഇനി ഏതൊക്കെ ചിലതേ ഉള്ളൂ ജീവനുള്ളത്, അതും ചാവാറായിരിക്കുകയാണ്. സംഗതി വലിയ അപകടമാണ്. അപ്പൊ ചെന്ന് കയറി അവിടെ നാടി പിടിച്ചു നോക്കുന്ന ഇടപാട് സഭയ്ക്കകത്തുണ്ട്. മനുഷ്യരായല്ല നോക്കുന്നത്. ചെന്ന ഉടൻ ദൈവം പിടിച്ചൊരു നോട്ടം നോക്കി വെച്ച് പറയണ, ഓ പോയി, വളരെ മോശം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ജീവൻ കുറവാണെങ്കിൽ ജീവൻ പമ്പി ചെയ്യാനാണ് 7 ആത്മാവിനെ കൊണ്ട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? 7 ആത്മാവും കണ്ടല്ലേ വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ജീവൻ, ഒരു ജീവനല്ല, 7 ഇഷ്ടം പോലെ പമ്പി ചെയ്ത് കെട്ടാൻ ജീവനും കൊണ്ടൊരുത്തൻ വന്നു നിന്നിട്ട് പറയുകയാണ്, അവസ്ഥ മോശം. എപ്പോഴും ചെക്ക് ചെയ്തോണം എന്തുമാത്രം ആത്മജീവൻ ഉണ്ടെന്ന്. എവ്രി മോമെന്റ്, എവ്രി ഡേ പരിശോധിക്കണം ജീവന്റെ വ്യാപാരം ശരിയാണോ. സർദീസിലെ സഭയുടെ തോതിൽ ഞാൻ ഇച്ചിരി വേഗം പോവുകയാണ്. എല്ലാം വിശദമായിട്ട് പറയാൻ പോയ സമയം വളരെ പോകും. അതുകൊണ്ട് ഞാൻ അല്പം വേഗം ഓടിപ്പോവുകയാണ്. അപ്പൊ ആ സഭയിൽ വന്നിട്ട് അവരുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയുകയാണ്, നിനക്ക് എന്താണ് പറയുന്നത്? ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ശ്വാസം വലിക്കുന്നേ ഉള്ളൂ,
ജീവൻ വാസ്തവത്തിൽ ഇല്ല. തൊണ്ടയ്ക്കൊരു ജീവൻ ഉണ്ടെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് കുഴിച്ചിടാനും പറ്റില്ല, ഉപയോഗവും ഇല്ല. അവയവങ്ങൾ മിക്കതും ചത്തും, ഒരു എണ്ണം കൊണ്ടും ഗുണമില്ല. ഇങ്ങനെ ഒരു സർവൈവൽ ഉണ്ടെന്നല്ലാതെ ദിസ് ഇസ് ഗുഡ് ഫോർ നത്തിങ്. അങ്ങനെ ആത്മസ്ഥിതിയാണ് അവർക്കുള്ളത്. ബാക്കി ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം ചത്തു, ബാക്കിയുള്ളത് ചാവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വേഗം ശക്തീകരിച്ചോണം. വേറൊരു ഭാഗത്ത് പ്രവചനത്തിലൊരു വാക്കുണ്ട്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പണ്ടത്തെ ഒരു സംവിധാനമാണ്. ഈ ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു വഴി, ഈവൻ ക്രിസ്ത്യാനികളെയും മുഹമ്മദന്മാരെയും കൊല്ലാൻ ഉപയോഗിച്ചൊരു വഴി, മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തോട് ജീവനുള്ള ഒരുത്തനെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് വരിഞ്ഞം കെട്ടും, ശരീരം മൊത്തം. എന്നിട്ട് പുറത്തോട്ടിടും. അയാൾ അവിടെ കിടന്ന് എത്തോളും. ഇയാടെ മൂക്കും മറ്റേ മൂക്കും ഒന്നിച്ച്, ഇയാടെ വാക്കും വായും മറ്റേ വായും ഒന്നിച്ച്. അവിടുന്ന് സ്വല്പം കഴിയുമ്പോൾ ദുർഗന്ധമല്ലേ വരുന്നത്? ആ ദുർഗന്ധം വമിച്ച് ഇയാളെ മരിക്കും. അങ്ങനത്തെ നടപടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഞാൻ ഒന്നുകൂടെ മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി പറയാണ്. ആത്മീകമായി ചത്ത് കിടക്കുന്നവൻ്റെ കൂടെ നിങ്ങളും പോയി കിടന്നാൽ നിങ്ങൾക്ക് മരണമുണ്ടാകും. രക്ഷപ്പെടണമോ? ജീവന്റെ വ്യാപാരമുള്ള ഇടത്തേക്ക് ഓടിച്ചെല്ലണം, ജീവൻ പ്രാപിച്ചു കൊള്ളണം. അതേത് സമൂഹമായിക്കൊള്ളട്ടെ, ആത്മജീവനില്ലാത്തടത്ത് പോകരുത്. അവിടെ നിങ്ങൾക്ക് തകരാറേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവന് പുതുക്കം തരാൻ കഴിവുള്ളതെത്തണം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. പിന്നെ ഞാൻ നിന്റെ പ്രവൃത്തി, ഒരു കുറ്റമാണ് അവരെ കുറിച്ച് പറയുന്നത്. അവരെ കുറിച്ച് അഭിനന്ദനത്തിന്റെ വാക്കില്ല വാസ്തവത്തിൽ. ആ സഭയെ കുറിച്ച് അഭിനന്ദനത്തിന്റെ വാക്കില്ല. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. റൈറ്റ്, ഇറ്റ്സ് എ റെബ്യൂക്ക്. കുറ്റമാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന് വല്ലതും കൊടുത്താൽ അത് പൂർണ്ണതയിൽ കൊടുക്കണം. അങ്ങനല്ലേ മത്തായി സുവിശേഷം 22 അധ്യായം 37-38 വാക്യം പറയുന്നത്? മത്തായി 22-37 വാക്യം എന്താണ് വിളിച്ചു പറയുന്നത്? ഒരുത്തൻ ദൈവത്തെ സ്നേഹിച്ചാൽ എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടും. അതേ ദൈവം കൊടുക്കുള്ളൂ. പകുതി ഹൃദയത്തോടെ, ബലമില്ലാതെ, ആരോഗ്യമില്ലാതെ ഒരുത്തൻ ദൈവത്തിന് വല്ലതും കൊടുത്താൽ ദൈവത്തിനത് ഇഷ്ടമല്ല. ദൈവത്തിന് കൊടുക്കുന്നോ മൊത്തം കൊടുക്കണം, പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കണം. ഇവിടെ പറയാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഒന്നുകിൽ ആ പ്രവൃത്തി കംപ്ലീറ്റ് അല്ല, പൂർണ്ണത, പ്രവൃത്തിയിൽ കംപ്ലീറ്റ്നെസ് ഇല്ല, അല്ലെങ്കിൽ അതിന്റെ പേർപ്പസ്, ഉദ്ദേശം കംപ്ലീറ്റ് അല്ല. 2 വാക്യം ഒന്ന് നോക്കാമോ? യിരെമ്യാ പ്രവചനം 48 അധ്യായത്തിന്റെ 10 വാക്യം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ, നല്ല ഉത്സാഹമില്ലാതെ ചെയ്യുന്നവൻ, ഒരു മാതിരി ചെയ്യുന്നവൻ, അലസതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് പൂർണ്ണ ബലമില്ലാത്ത ഒരു വകയും നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ട. ആരോഗ്യം തന്നവൻ ദൈവമല്ലേ? കഴിവ് തന്നവൻ ദൈവമല്ലേ? ശബ്ദം തന്നവൻ ദൈവമല്ലേ? സകലവും നൽകിയവൻ ദൈവമല്ലേ? അപ്പൊ അതിന്റെ മുഴുവൻ ബലത്തോടെ വേണ്ടേ ദൈവത്തിന് കൊടുക്കാൻ. അല്ലാതെ കൊടുത്താൽ ദൈവത്തിനത് വെറുപ്പാണ്. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിശ്ചയം വാങ്ങിച്ചോണ്ട് പോകാൻ തക്കവണ്ണം ദൈവം പാപ്പരല്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നും വാങ്ങി ദൈവത്തിന് ജീവിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് പ്രിവിലേജ് ആണെന്നറിയണം, ഭയങ്കര പദവിയാണെന്നറിയാം. നിങ്ങൾക്ക് ദൈവത്തിന് വല്ലതും കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അന്തസ്സാണെന്നറിയാമോ? ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകണമോ? ദൈവത്തിന് കൊടുക്കണം, ദൈവത്തെ സേവിക്കണം. അത് പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കണം. അല്ലാതെ കൊടുക്കുന്നവനോട് ദൈവത്തിന് വെറുപ്പാണ്. മത്തായി 16 അധ്യായത്തിൽ 6 അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ എന്താ പറഞ്ഞറിയോ? കൊടുക്കുന്നത് തന്നെ വെളിപ്പെടുത്താൻ കൊടുത്താൽ ദൈവത്തിന് ഇഷ്ടമല്ല. ഇഷ്ടം പോലെ കൊടുക്കും, തന്റെ പേര് വരാൻ കൊടുക്കും, അത് ദൈവത്തിന് വെറുപ്പാണ്. ചിലർ ഉപവസിക്കും, താൻ ഉപവസിക്കുന്ന ആനാണെന്ന് ആളുകളെ കാണിക്കാൻ ഉപവസിക്കും. അതിന് പറയുന്ന പ്രതിഫലം നിനക്ക് കിട്ടിപ്പോയി. എന്ത് കിട്ടി? നീ മനുഷ്യര് കാണാനല്ലേ ഉപവസിച്ചത്, മനുഷ്യര് കണ്ടു, അതാ പ്രതിഫലം. മനുഷ്യർ കാണാൻ വേണ്ടി കൊടുക്കും. ഞാൻ വലിയ ദാനധർമ്മക്കാരനാണെന്ന് അറിയാൻ.
പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി കൊടുത്തു, മനുഷ്യർ കണ്ടു, അത്രേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് ഒരു വകയും കിട്ടാനില്ല, ഇവിടെയും കിട്ടാനില്ല, വരാനുള്ള ലോകത്തിലും കിട്ടാനില്ല. കണ്ടേ? പർപ്പസ്, ഉദ്ദേശം ശുദ്ധമായിരിക്കണം, പ്രവൃത്തി പൂർണ്ണതയുള്ളതായിരിക്കണം. ഇവരോട് പറയാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അടുത്ത് ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. പുതിയതായിട്ടൊന്നും ഉപദേശിക്കാനില്ല. ഇത്രയും നാൾ കേട്ടില്ലേ? കേട്ടത് എന്താണെന്ന് ഓർത്ത് അത് കാത്ത് മാനസാന്തരപ്പെടണം. പുതിയ ദൂതൊന്നും പറയില്ലെന്ന് അവരോട്. പണ്ട് പറഞ്ഞതെല്ലാം കൂടെ ഒന്നുകൂടെ ഓർക്കണമെന്ന് കുത്തിയിരുന്ന് ആലോചിക്കണം. ഓടി നടക്കണ്ട, പോയി 2 ദിവസം ഇരുന്ന് വെച്ച് എന്താ വചനത്തിൽ കേട്ടതെന്ന് ഓർക്ക്. കേട്ടത് ഇതുവരെ അനുഭവിക്കാത്തത് എന്താണെന്ന് ആലോചിക്കൂ. എന്നിട്ട് അവിടെ ഇരുന്ന് തിരുത്തി വെച്ച് ജീവിതം തിരുത്തി മാനസാന്തരപ്പെട്ടിട്ട് എഴുന്നേറ്റ് വരാൻ. മാനസാന്തരം എന്നുള്ളത് പുതിയ ആളുകൾക്ക് വേണ്ടിയുള്ള മാത്രമുള്ള വാക്കല്ല. മാനസാന്തരം മീൻസ് ചേഞ്ച് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഏത് സമയത്തും മാനസാന്തരം വേണം. എവിടെ തെറ്റ് വന്നാലും തിരുത്തണം. അതിന്റെ പേരാണ് മാനസാന്തരം. ഓക്കെ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, അപ്രതീക്ഷിതമായി വരും. അല്ലാതെ യേശു കള്ളനാണെന്നല്ല എന്റെ അർത്ഥം. കള്ളൻ ആരും അറിയാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ കള്ളനെ പോലെ വരും. ദെൻ ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയില്ല. ന്യായവിധിക്ക് വേണ്ടി കയറി വന്നോളെന്ന് അങ്ങനെ ഉറങ്ങിയിരുന്നാൽ. അല്ലാതെ അവസാനത്തെ വരവും അപ്രതീക്ഷിതമായി തന്നെ. ബാക്കി എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. സ്തോത്രം. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ അവിടെ ഉണ്ട്. എന്താണ് ഈ ഉടുപ്പ് മലിനമാകാത്തവർ എന്ന് പറഞ്ഞാൽ? അവരുടെ ജീവിതം കാത്തുകൊള്ളുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് സഭാപ്രസംഗിയിൽ 9-ാം അധ്യായം 8-ാം വാക്യം, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ഭയങ്കര ഒരു പ്രബോധനമാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടുത്തെ ഉടുപ്പും കൊണ്ടല്ല അവിടെ പോകുന്നത്. ഇവിടുത്തെ എന്നാ ഉടുപ്പിട്ടാലും അങ്ങോട്ട് കൊണ്ടുപോയില്ല. അവിടെ ഉടുപ്പിന്റെ ആവശ്യമില്ല. അവിടുത്തെ സംവിധാനം വേറെയാണ്. അപ്പൊ ഉടുപ്പ്, ഇവിടുത്തെ ഉടുപ്പലക്കാനല്ല പറയുന്നത്. ഇവിടുത്തെ ഉടുപ്പ് അലക്കി സൂക്ഷിക്കണം. എന്നാൽ ജീവിതം വസ്ത്രം പോലെയാണ്. അതാണ് എഫേസ്യ ലേഖനം പറയുന്നത്. എന്താണ്? അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി. വസ്ത്രത്തിന്റെ കാര്യമല്ലേ കറ ചുളുക്കം. കറ പുരണ്ട തുണി നിങ്ങൾ ഉടുക്കുവോ? ഇല്ലല്ലോ. തുണി നല്ല പോലെ അലക്കിയതാണെങ്കിലും തേക്കാതെ നിങ്ങൾ ഉടുക്കുവോ? ഇല്ലല്ലോ. കണ്ടില്ലേ? ഇറങ്ങി നടക്കുമ്പോ മനുഷ്യന്റെ മുമ്പിൽ അന്തസ് വേണ്ടേ? ഒരുമാതിരി ചുരുണ്ട തുണിയിട്ടുകൊണ്ട് നടന്നാൽ നിങ്ങളെ കുറിച്ച് മനുഷ്യരെന്തോ പറയും? അവിടെ നിങ്ങൾ ആരും ഈവൻ നല്ല ഒന്നാന്തരം പോളിയാസ്റ്റർ പോലും നിങ്ങൾ തേച്ചല്ലേ കൊണ്ട് നടക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു പബ്ലിക് അപ്പിയറൻസ് നന്നായിരിക്കണം. അതേത് മനുഷ്യൻ നിർബന്ധമാണ്. അങ്ങനെങ്കിൽ ദൈവജനത്തിന്റെ പബ്ലിക് അപ്പിയറൻസ് നന്നായിരിക്കണം. കറ ചുളുക്കം മുതലായത് ജീവിതത്തിൽ. പിന്നെ കറ ചുളുക്കം മുതലായതൊന്നുമില്ല. സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാണ്. അകത്ത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാം ശുദ്ധമായിരിക്കണം. അകവും ശുദ്ധമാകണം, പുറവും ശുദ്ധമാകണം. അപ്പൊ അങ്ങനെ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ അവിടെ ഉണ്ട്. ജീവിതം കാത്തുകൊള്ളുന്ന കുറെ പേർ ഉണ്ട്. ലിസൺ, ഈവൻ ഈ ഉടുപ്പ് അഴുക്കാണെങ്കിൽ പോലും പിശാച് വഴക്കിന് വരും. അറിയാം. അയാൾ എന്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുമെന്നറിയാം. പണ്ടേ ഒരു മഹാപുരോഹിതനിട്ട് ഉടുപ്പ് തലേദിവസം ഇട്ട് ഉടുപ്പായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ ഭാഷയ്ക്ക് അങ്ങ് പറയാ. അപ്പൊ പിശാച് വഴക്കിന് വന്നു. ദൈവത്തിന്റെ പോയി പറഞ്ഞു, നോക്കിക്കേ ഇവൻ ഇന്നലെ ഇട്ട് ഉടുപ്പ് കൊണ്ടാ വന്നിരിക്കുന്നതെന്ന്. കേട്ടില്ലേ? സെക്രിയ പ്രവചനം 3-ാം അധ്യായം 4-ാം വാക്യം. മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രവും കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ വാക്ക് ഞാനാ പറഞ്ഞ് ഇന്നത്തെ ഭാഷയ്ക്ക് പറഞ്ഞ് ഇന്നലെ ഇട്ടത് ഇച്ചിരി മുഷിഞ്ഞതാ. അതുകൊണ്ട് നിന്നപ്പോ പിശാച് അതിന് കുറ്റം പറയാൻ വന്നു. കണ്ടില്ലേ മഹാപുരോഹിതനിട്ടിരിക്കുന്ന ഉടുപ്പേൽ അഴുക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഉടുപ്പിന്റെ കാര്യം പോലും കുറ്റം പറയാനായിട്ട് നടക്കും. അപ്പൊ പിന്നെ ജീവിതത്തിൽ കുറ്റം ഉണ്ടെങ്കിൽ വിടുമോ വല്ലത്തിനെയും? അതുകൊണ്ട് ഇവിടെ പറയുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്കവിടെ ഉണ്ട്. ബാക്കി
അവർ യോഗ്യന്മാരാകയാൽ റൈറ്റ്, വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. വെള്ള ധരിച്ചും കൊണ്ട് നടക്കും. അടുത്ത്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് കൊടുക്കും. അവിടുത്തെ വാക്തത്വം അതാണ്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് കൊടുക്കും. വെള്ള ഉടുപ്പ് ഉത്സവത്വത്തെ കാണിക്കുന്നതാണ്. ചില സ്പെഷ്യൽ ഒക്കേഷൻസിലല്ലേ ആളുകൾ അങ്ങനെ വെള്ളയൊക്കെ ഇട്ട് നടക്കുന്നത്, അല്ലാത്തപ്പോഴേ കളറൊക്കെ ഇട്ട് നടക്കില്ലേ? എങ്കിലും ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ അങ്ങനെ മൊത്തം വെള്ളയിട്ട് നടക്കുന്നത് പോലെ ഇവർക്ക് ഭയങ്കര ഉത്സവത്വം. ജയിക്കുന്നവന് ഭയങ്കര ഉത്സവം വരാൻ പോകുന്നു, സ്പെഷ്യൽ ഡേയ്സ് വരാൻ പോകുന്നു. അവരുടെ കാലം മുഴുവൻ സ്പെഷ്യൽ. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. പിന്നെ അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റു പറയും. അവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ ഏറ്റു പറയുന്ന. ഞാനിപ്പോ ആ വാക്ക് അധികം വിശദീകരിക്കുന്നില്ല, കാരണം ഈ പേര് കാര്യമായിട്ട് പിന്നൊരിടത്ത് വരുന്നുണ്ട്. ജീവപുസ്തകം എന്നത് അത് വരുമ്പോ ഇച്ചിരി പറയാം. അത് ഇച്ചിരി പറഞ്ഞെങ്കിലേ അതിൻ്റെ ആ സിമ്പിൾ ഫോം വരുള്ളൂ. അതുകൊണ്ട് അന്നേരം പറയാതെ. ഏതായാലും ജീവപുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയാതെ അവരുടെ പേര് ആ ദിവസം അവിടെ ഏറ്റുപറയും. അപ്പൊ ആരുടെയൊക്കെ ഇത് നിൽക്കാത്തവന്റെ മായ്ച്ചു കളയുന്നതിനകത്തുണ്ടല്ലോ, അതല്ലേ അതിന്റെ ഇംപ്ലിക്കേഷൻ അല്ലേ? ദൈവം ഭാഗം നേരെ നിന്നില്ലെങ്കിൽ മായ്ച്ചു കളയും. എന്നും അങ്ങ് ചെല്ലുമെന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്. കൃപയിൽ ഇറങ്ങിയെങ്കിൽ കൃപയിൽ തന്നെ നിൽക്കണം. കാത്തോളണം വിശ്വാസം, ജീവിതം കാത്തോളണം. ഇല്ലെങ്കിൽ ഓടി അങ്ങ് ചെല്ലത്തില്ല, വഴിക്ക് പട്ടുപോകും. അതുകൊണ്ട് ഇറങ്ങിത്തിരിച്ച സഹോദരങ്ങളെ, ഓട്ടം ഒന്ന് ശ്രദ്ധിച്ചോണേ, ജീവിതം ഒന്ന് നോക്കണേ. ആദ്യം ഇറങ്ങിത്തിരിച്ച ആ സ്പീഡ് ഇടയ്ക്ക് കൂട്ടുക വേണം. ആദ്യം തുടങ്ങിയ സ്പീഡിൽ പോയാൽ പോരാ, കുറെ കാലം കഴിയുമ്പോൾ സ്പീഡപ്പ് ചെയ്യാൻ എന്തൊക്കെ ഇതിനകത്ത് എനർജി കൂടി വരും. തുടങ്ങിയ എനർജിയിലൊന്നും അല്ല പിന്നെ അങ്ങോട്ട് പോകുന്നത്. കുറെ കഴിയുമ്പോൾ എക്സ്ട്രാ സ്ട്രോങ് എനർജിയൊക്കെ അടിച്ചിങ്ങോട്ട് തരും. അപ്പൊ അതെല്ലാം വാങ്ങിച്ച് നല്ല പോലെ കഴിച്ച് നല്ല സ്പീഡിൽ ഓടിക്കണം എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ആത്മജീവിതത്തിന്റെ ഓട്ടത്തിന് സ്പീഡ് കുറഞ്ഞോ കൂടിയോ? ഇറങ്ങിത്തിരിച്ചതിനേക്കാൾ ഉത്സാഹം കൂടുതലുണ്ടോ അതോ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടോ? പരിശോധിക്കൂ. വേഗം ഓടി അവിടെ ചെല്ലണം. റൈറ്റ്, ഓക്കെ. ദെൻ അടുത്ത് ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. അടുത്ത സഭ ഫിലദൽഫിയയിലെ സഭ. വേഗം വായിച്ചോളൂ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അങ്ങനെയാണ് ആ സഭയിൽ കയറി വരുന്നത്. ഒരു താക്കോലും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? വിശുദ്ധനും സത്യവാനുമായ സാക്ഷിയായി ദാവീദിന്റെ താക്കോലുള്ളവനുമായി. ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത്. എന്താണ് ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? അവിടെ തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വേറെ വാക്ക് എടുക്കാതെ തന്നെ അർത്ഥം അവിടെ ഉണ്ട്. എന്താണ് അർത്ഥം? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ദാവീദിന്റെ താക്കോൽ എന്നതിന്റെ കൃത്യാർത്ഥം യെശയ്യാ പ്രവചനം 22 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ്. ഒരു പഴയ വേദഭാഗമാണത്. യെശയ്യാ 22 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവന്റെ തോളിൽ ഏൽപ്പിക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. അന്ന് ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ, ദാവീദ് വലിയ രാജാവായിരുന്നില്ലേ, അവന്റെ താക്കോൽ ഈ എല്യാക്കീം എന്ന് പറയുന്നവന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിന് പകരം ഇവിടെ പറയുകയാണ്, ദാവീദിന്റെ താക്കോലുള്ളവനായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ആരെ കുറിച്ചാണെന്നാ പറയുന്നത് അറിയാമോ? യേശുക്രിസ്തുവിനെ കുറിച്ച്. അവന്റെ അധികാരം ഇതാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. അങ്ങനെ ഒരുത്തൻ വരുന്നു എന്ന്. സ്തോത്രം. അവന്റെ അധികാരം ഒന്ന് നോക്കിക്കോളൂ. ലിസൺ. ലോകം മുഴുവൻ കൂടെ ചേർത്തൊരു വാതിൽ അടച്ചു വെക്കുകയാണ്. അടച്ചും വെച്ച് തള്ളി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയോ തുറക്കാതിരിക്കാൻ, ദൈവപൈതലിന് വേണ്ടി തുറക്കരുത്. ലോകം എല്ലാം കൂടെ വന്ന് അടച്ചു വെച്ചുകൊണ്ടിരിക്കുക. ദാവീദിന്റെ താക്കോലുള്ളവൻ വന്നോട്ട് ആ താക്കോലിട്ടൊരു തുറപ്പ് വെച്ച് ഒരു തള്ളു തള്ളുമ്പം ഈ തള്ളിപ്പിടിച്ച് നിൽക്കുന്നവനെല്ലാം മലന്നടിച്ച് വീണിച്ചുകൊണ്ട് ഈ വാതിലങ്ങ് തുറക്കും.
മുഴു ലോകവും തള്ളിപ്പിടിച്ചാലും അതിനെ പൂട്ടിവെക്കാൻ പറ്റില്ല. ആമേൻ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ തിരിച്ചവർക്ക് അടയ്ക്കാൻ പറ്റില്ല. ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേറ്റാൽ മുഴുവൻ അഖിലാണ്ടം എതിർത്താലും വിലപ്പോവില്ല. ദൈവത്തെ സേവിക്കുന്നതിന്റെ മഹത്വം അറിയണം. ഹല്ലേലൂയ. പേടിച്ചും ഭയപ്പെട്ടും നടുങ്ങിയുമല്ല ഇവനെ സേവിക്കേണ്ടത്. നിങ്ങളൊരു ബലഹീനനായ ഒരുത്തനെ അല്ല സേവിക്കുന്നത്. ദൈവപുത്രനായ യേശുവിന്റെ അധികാരം വിളിച്ചു പറയുന്നു, ഞാൻ തുറക്കും, ഒറ്റ ഒരുത്തിന് ഇതിനെ അടയ്ക്കാൻ പറ്റില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. മറിച്ച് ദൈവം വന്ന് പൂട്ടട്ടെ. ദാവീദിന്റെ താക്കോലുള്ള ഇവൻ വന്നൊരു വാതിൽ പൂട്ടട്ടെ. നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റു, ആരെ സമീപിക്കും, ആര് നോക്കിയാലും ഇതിനെ തുറക്കാൻ അഖിലാണ്ടത്തൊരുത്തൊരു കഴിവുണ്ടാവില്ല. ആമേൻ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് പറയാനുണ്ട്? ലോകം ഭയങ്കരമായി എതിർത്തപ്പോഴും നിങ്ങൾക്ക് പരിചയമുള്ള ലോകം, എല്ലാ ലോകവും നമുക്കറിയത്തില്ല, നിങ്ങൾക്കറിയാവുന്ന ലോകം നിങ്ങൾ അവസാനിക്കുമെന്ന് പറഞ്ഞെടുത്ത്, ഇത് നിന്റെ അന്ത്യമെന്ന് പറഞ്ഞെടുത്ത്, അത്ഭുതകരമായി ദൈവപ്രവർത്തിയാൽ നിലനിന്ന നിങ്ങളിൽ എത്ര പേരുണ്ട്? കൊള്ളില്ലേ? അവനെ പിൻപറ്റാൻ കൊള്ളില്ലേ? നിങ്ങളെ ആളുകൾ പേടിപ്പിച്ചാൽ പേടിക്കണമോ? ഇവൻ എന്താ പറയുന്നത്? ലോകമടയ്ക്കും, പക്ഷേ ഇവൻ തുറക്കും. മുഴു ലോകമേ നീ എനിക്ക് പ്രതികൂലമെങ്കിലും, കൂട്ടുകാരെ നിങ്ങൾ എനിക്ക് എതിരായി തീർന്നാലും, കുടുംബമേ നിങ്ങൾ എനിക്ക് എതിരായി തീർന്നാലും, ഞാൻ ഒരുവനെ സേവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരുടെയും അധികാരം നോക്കി നിൽക്കാതെ പരമാധികാരത്തിൽ വഴി തുറക്കാൻ കഴിവുള്ളവനെ, വാതിൽ തുറക്കാൻ കഴിവുള്ളവൻ അവൻ അരുളി ചെയ്ത് വിളിച്ചു പറയുന്നു, ധൈര്യമായി എന്റെ കൂടെ വാ. ഒരു സെക്കൻഡ് നേരം പേടിച്ചിരിക്കരുതെന്നേ. സൈന്യസമേതനായ രാജാവ്, ജയിക്കുന്ന രാജാവ് കൂടെ വിളിച്ചു പറയാം, ഫോളോ മീ. വിളിച്ചു പറഞ്ഞ ശബ്ദം കേൾക്കാമോ? ഫോളോ മീ എന്ന ശബ്ദം. റൈറ്റ്. ആ പിൻപറ്റലിന് ഒരു ശക്തി പകരാൻ, ഒരു ബൂസ്റ്റ് തരാൻ ഇന്ന് രാത്രി വചനം വിളിച്ചു പറയുന്നു, ദാവീദിന്റെ താക്കോലുള്ളവനായി ആരും അടയ്ക്കാതെ തുറക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും തുറക്കാതെ അടയ്ക്കുന്നവൻ. അത് എതിരാളികൾക്കാ, തന്റെ ജനത്തിനല്ല. തന്നെ എതിർക്കുന്നവർക്ക്, തന്റെ ജനത്തെ മുടിക്കാൻ നിൽക്കുന്നവർക്ക്, അവര് നോക്കിയാൽ ഇവനെ തൊടാൻ പറ്റാതെ വണ്ണം വാതിൽ അടച്ച് അതിനകത്ത് പൂട്ടി ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ മണ്ഡലത്തിലാക്കി കഴിഞ്ഞാൽ മുഴുവൻ ലോകം ശ്രമിച്ചാലും നിന്നെ തൊടാൻ പറ്റാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവകൃപയുടെ വ്യാപാര നിമിത്തം ധൈര്യമായി വിളിച്ചു പറയുകയാണ്. ആത്മജീവനത്തെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാടിലേക്ക് വരൂ. ആരുടെയും ധാരണകളുടെ വെളിച്ചത്തിലല്ല, അത്യുന്നത സ്വർഗത്തിലെ അരുളപ്പാടിന്റെ വെളിച്ചത്തിൽ പുറകെ പോകൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. കണ്ടില്ലേ? സ്തോത്രം. നിനക്ക് ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ദൈവം തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. പ്രവർത്തനത്തിനൊരു വാതിൽ, ജീവിതത്തിനൊരു വാതിൽ, നീ കണ്ടിട്ടില്ലാത്ത വഴികൾ, അസാധ്യമെന്ന് നിങ്ങൾ പറഞ്ഞ ചിലതില്ലേ? ഇല്ലേ? എങ്കിലും നീ ഉള്ളം തുറന്ന് പ്രാർത്ഥിച്ച ചിലതില്ലേ? ദൈവം പറയുന്നു, ഞാനൊരു വഴി തുറന്നിരിക്കുന്നു, പക്ഷെ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വിളി അത്യുന്നത സ്വർഗത്തിൽ നിന്ന് വരികയാണ്. ഒരു വാഗ്ദത്തമാണത്. നിന്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഭൂമിയിൽ അവർക്ക് സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് സാമൂഹ്യമായ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. നിനക്ക് ആരുമുണ്ടാവില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാർ കണ്ടെന്ന് വരില്ല, നിന്നെ പിന്തുണയ്ക്കാൻ കൂടിയവർ കണ്ടുവെന്ന് വരില്ല. ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ടവനായി വിശ്വാസ ജീവിതത്തിന് വേണ്ടി നിൽക്കുന്ന മണ്ഡലമാണെങ്കിലും ഈ വചനം വിളിച്ചു പറയുന്നു, ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ഞാൻ തുറന്നിരിക്കുന്നു, അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് വിളിച്ചു പറ, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. അതിനെ തടയാൻ മുഴു ലോകമേ നിനക്ക് കഴിയില്ല, പാതാളമേ നിനക്ക് കഴിയില്ല. രാഷ്ട്രീയക്കാരുടെ പിന്തുണയില്ലാതെ, സാമൂഹ്യക്കാരുടെ പിന്തുണയില്ലാതെ, പണക്കാരന്റെ പിന്തുണയില്ലാതെ ഞാൻ ജീവിക്കും, ജീവിക്കും. അത്യുന്നതൻ എനിക്ക് ദൈവം, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയവൻ എനിക്ക് ദൈവം, ദാവീദിന്റെ താക്കോലുള്ളവൻ.
അഭിവൃദ്ധി കണ്ടിട്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ടെന്നറിയാമോ, നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരും ഉണ്ടെന്ന്? അടിച്ചങ്ങ് കയറി പോവല്ലേ ആളുകൾ. അഭിവൃദ്ധിപ്പെട്ട ദൈവത്തിന്റെ ജനം. അതെന്ന സത്യത്തിൽ എല്ലാ തരത്തിലും ദൈവജനത്തിന് അഭിവൃദ്ധിയാണ്. സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്, ജോലിയിൽ അഭിവൃദ്ധിയാണ്. കൈകൊടുത്തിട്ടല്ല, പിന്തുണയ്ക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ വേറെ ആളുണ്ടായിട്ടല്ല. പിന്നെ ഒറ്റ കാര്യം, സകല ഡിപ്പാർട്ട്മെന്റിന്റെയും തലവൻ ഒരുത്തം മേളിയിരിപ്പുണ്ടല്ലോ, മേജർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്. അവിടുത്തെ ഇന്റർഫിയറൻസ് നേരിട്ട് വന്ന് വീഴുന്നതിനാൽ, അവിടുത്തെ ഇന്റർവെൻഷൻ ഇടയ്ക്ക് വന്ന് കയറുന്നതിനാൽ, അതിനെ തടയാൻ കഴിയാതെ വണ്ണം അത് നടപ്പാക്കേണ്ടി വരുന്ന സ്ഥിതി ഭൂമിയിൽ ഉണ്ടെന്നേ ഈ വചനം അതുപോലെ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ ഒരു വാതിൽ